തൻ്റെ സാന്നിധ്യം കൊണ്ട് നിരന്തരം പരിഹസിച്ചു പോകുന്ന ഒരാളായിരുന്നു, ഒരാളാണ്, ഒരാളായിരിക്കും എം കുട്ടിക്കൃഷ്ണൻ മാഷ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് KGS നടത്തിയൊരു പ്രഭാഷണം, ആ പ്രഭാഷണം പല കാരണങ്ങളാൽ ഏറെ ശ്രദ്ധേയമായി അനുഭവപ്പെട്ടു. ആ പ്രഭാഷണത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു 5-6 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, മലയാളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കവികളിൽ ഒരാളാണ് KGS എന്ന് ഈ പ്രബുദ്ധ സദസ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം കവിതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 10-60 കൊല്ലമായി കവിതപ്പണി ചെയ്യുന്ന ഒരാളാണ്. കവിതപ്പണി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സാധാരണ നമ്മൾ കൈക്കോട്ട് പണി, അതുപോലെ തെങ്ങ് കയറുന്ന പണി, ഇത്തരത്തിലുള്ള കായികാധ്വാന പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും പൊതുവിൽ പണി, തൊഴിൽ, അധ്വാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ വാക്ക് മാത്രം വിശകലനം ചെയ്തുകൊണ്ട് ഇളംകുളം കുഞ്ഞമ്പിള്ള കേരളം 5-6 നൂറ്റാണ്ടുകളിൽ എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ എന്നർത്ഥമുണ്ട്, തൊഴിൽ എന്നും അർത്ഥമുണ്ട്. കൈ അങ്ങനെ നോക്കുമ്പോൾ കയ്യർ എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. എന്നാൽ ചാതുർവർണ്ണ്യം അതിന് നൽകിയ അർത്ഥം നീചർ, ദുഷ്ടർ, പറയർ, പുലയർ എന്നൊക്കെയാണ്. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് KGSൻ്റെ കവിതപ്പണി എന്ന പ്രയോഗത്തെ ഞാൻ നോക്കിക്കാണുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, കവി പ്രവാചകനല്ല, ചരിത്രകാരനാണ്. അത് രണ്ടാമത്തെ വിപുലമായ ആലോചനയുടെ ഒരു വിഷയമാണ്. മുമ്പ് കവികളെക്കുറിച്ച് പറയുമ്പോൾ ഏതോ അന്യഗ്രഹങ്ങളിൽ നിന്ന് വെളിച്ചം കിട്ടി അനുഗ്രഹിക്കപ്പെട്ട സർഗാത്മക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നവർ എന്നൊക്കെയാണ്. ഈ സർഗാത്മകത എന്ന പദം തന്നെയും അപനിർമ്മിക്കുന്നുണ്ട് മാക്സിം ഗോർക്കി. അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ യുവ എഴുത്തുകാരുടെ ഒരു മീറ്റിങ്ങിൽ, കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി എന്ന പ്രഭുവർഗീയ പദത്തിൻ്റെ സ്ഥാനത്ത്, അരിസ്റ്റോക്രാറ്റിക് ടേം, നമ്മൾ ലേബർ, പ്രയത്നം എന്ന ലളിതമായ വാക്ക് പകരം വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് 30കളിൽ മാക്സിം ഗോർക്കി പറയുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ നമ്മുടെ പ്രമുഖ എഴുത്തുകാരും തന്നെ തങ്ങളുടെ എഴുത്തിനെ പണി എന്ന് പറയാനുള്ള ധീരത, വിവേകം പുലർത്തിയിട്ടില്ല. അവിടെയാണ് KGSൻ്റെ കവിതപ്പണി എന്ന പ്രയോഗം എനിക്ക് ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെട്ടത്. കൈകളെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. ഞാനത് മുഴുവൻ പറയുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ഡോക്ടർ PK പോക്കർ, ഹരി ആനന്ദകുമാറിൻ്റെ കവിതയെക്കുറിച്ച്, പ്രത്യേകിച്ചും ആ കവിതയുടെ പേര്, കൈരളി ഗ്രന്ഥശാലയുടെ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും, ഇതിനു മുമ്പ് സച്ചിദാനന്ദ മാഷക്കും ഹരീഷിനും ഒക്കെ അവാർഡ് നൽകുമ്പോൾ ആ അവാർഡൊക്കെ എത്രയോ പ്രസക്തമാണ്. അവാർഡിനൊരു സാധ്യതയുണ്ട്, പരിമിതിയുണ്ട്. അത് മുമ്പ് വിജയമാഷ് സൂചിപ്പിച്ചാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവാർഡിന് അർഹമായ ആളുകൾ കുറേ പേരുണ്ടാവുകയും അവാർഡ് ഒന്ന് മാത്രം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടാവും. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. പ്രതിഭാസമ്പന്നരായവരിൽ ചിലരെ മാത്രം അനിവാര്യമായും തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പരിമിതി അതിനുണ്ട്. എങ്കിൽ തന്നെയും ഇതിനു മുമ്പ് അവാർഡ് ലഭിച്ച സച്ചിദാനന്ദ മാഷ്, ഹരീഷ് ഉൾപ്പെടെയുള്ള പ്രതിഭകൾ, ആ പ്രതിഭകളെല്ലാം പ്രതിഭകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഹരി ആനന്ദകുമാർ അവരിൽ നിന്ന് എപ്രകാരമാണ് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മലയാള കവിതയിൽ ഒരു വിസ്മയമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എത്രയോ പ്രഗത്ഭരായ കവികൾ പാലസ്തീനെക്കുറിച്ച്, ഗസയെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ പാലസ്തീനിയൻ കവികളെ തന്നെ നമ്മൾ മലയാള കവികളായി മനസ്സിൽ കുടിയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ദാർവീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഗബ്രിയോ ഗാർഷ്യോ മാർക്കോസ് എന്നൊക്കെ പറയുന്നത് പോലെ മലയാളിയായി മാറിക്കഴിഞ്ഞ പാലസ്തീനിയൻ കവിയാണ്. അത്രമേൽ തർജ്ജമകൾ വന്നിട്ടുണ്ട്. ഒരു കവിതയ്ക്ക് തന്നെ 1964 ഐഡൻറ്റിറ്റി കാർഡ് എന്ന അദ്ദേഹത്തിൻ്റെ കവിത എഴുതപ്പെടുന്നത്. അറബിയിലാണ്, ഇംഗ്ലീഷിൽ വന്നു. ഇംഗ്ലീഷിൽ തന്നെ നിരവധി
വിവർത്തനങ്ങളുണ്ട്, മലയാളത്തിലും നിരവധി വിവർത്തനങ്ങളുണ്ട്. അങ്ങനെ പാലസ്തീനെക്കുറിച്ച് ധാരാളം കവിതകൾ വന്നിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടാണ് 70ഓളം കവിതകൾ, 70ഓ 75ഓ 75 കവിതകൾ ഗാസയെക്കുറിച്ച് മാത്രമായിട്ട് ഒരു പുസ്തകം. ആ പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത് കൈരളി ഗ്രന്ഥശാല മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ പേരിലുള്ള അവാർഡ് ഈ വർഷം കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ അതിഗംഭീരമായ ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. മറ്റൊരുപാട് കവിതകൾ, ഒറ്റക്കൊറ്റക്കുള്ള കവിതകൾ എന്ന അർത്ഥത്തിൽ ഒ പി സുരേഷിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പറ്റിയുള്ള കവിതയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നെഹ്റുവിനെയോ അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിനെയോ ലെനിനെയോ ഒന്നും ഉറക്കത്തിൽ കാണുന്നില്ല. ഉറക്കത്തിലാകെ കടന്നു വരുന്നത് നെതന്യാഹുമാർ മാത്രം എന്നൊക്കെയുള്ള ധാരാളം കവിതകൾ, വേറെ കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗാസയെക്കുറിച്ച് മാത്രം സ്വാഭാവികമായിട്ടും ആവർത്തനം വരാവുന്നതാണ്. പക്ഷേ തൻ്റെ അസാധാരണമായ ചരിത്രബോധം കൊണ്ട് അവിടെയാണ് ഞാൻ അടിവര. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കവി ഇന്ന് അനുഭൂതികളെ അടയാളപ്പെടുത്തുന്ന ചരിത്രകാരനാണ് എന്ന് KGS പറയുമ്പോൾ നമ്മുടെ ചരിത്രഘട്ടത്തിലെ നമ്മെ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്ന ഇന്നത്തെ പത്രവാർത്ത നമുക്കറിയാം. കഴിഞ്ഞ ഒക്ടോബർ 10 ഗാസയിൽ സാർവദേശീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി, ഗാസക്കകത്ത് നടക്കുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. പലരും കരുതുന്ന പോലെ സാമ്രാജ്യത്വത്തിൻ്റെയോ സയണിസത്തിൻ്റെയോ ഒരു സൗജന്യ മനോഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണ മനോഭാവത്തിൻ്റെയോ പേരിലല്ല വെടിനിർത്തൽ കരാർ വന്നത്. അതിൽ സാർവദേശീയ സമ്മർദ്ദമുണ്ട്, കേരളത്തിലെ കവികളുടെ കവിതകളുണ്ട്, കഥകളുണ്ട്, ഇവിടെ നടന്ന പ്രകടനങ്ങളുണ്ട്, ഇവിടുത്തെ ചുമരിൽ പതിച്ച പോസ്റ്ററുകളുണ്ട്, ഇതിനുവേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ നിർവാഹമില്ലാതെ കൂടിയാലോചനയ്ക്കിരുന്ന് വെടിനിർത്തൽ കരാർ 2025 ഒക്ടോബർ 10 നിലവിൽ വന്നത്. ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സാമ്രാജ്യത്വവും സയനിസവും എത്ര തവണ ഗസയിൽ വെടിപൊട്ടിച്ചു, എത്ര ആൾ കൊല്ലപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ കൊല നടന്ന ഒരു ദിവസത്തെ വാർത്ത വന്ന സമയത്താണ് കൈരളി ഗ്രന്ഥശാല കുട്ടിക്കൃഷ്ണൻ മാഷിൻ്റെ പേരിലുള്ള ഏറ്റവും ഗംഭീരമായ ഒരു അവാർഡ്. ഈ അവാർഡ് ഗംഭീരമാണ് എന്ന് ഞാൻ പറയാനുള്ള മൗലികമായ കാരണം ഇത് കുട്ടിക്കൃഷ്ണൻ മാഷിൻ്റെ പേരിലുള്ള ഒരു അവാർഡാണെന്നുള്ളതുകൊണ്ടാണ്. കുട്ടിക്കൃഷ്ണൻ മാഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ കാലത്ത് ഓരോ പൊതുപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും കവിയും എഴുത്തുകാരനും ഡോക്ടറും എഞ്ചിനീയറും സകലമാന മനുഷ്യരും കുട്ടിക്കൃഷ്ണൻ മാഷിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ആ പാഠം പറയുന്നതിന് മുമ്പേ ഈ അടുത്ത ദിവസം ഇത് പറയാൻ പ്രത്യേകിച്ച് ഒരു പ്രേരണയുണ്ട്. കാരണം ഞാനിപ്പോൾ വരുന്നത്, ഞങ്ങൾ വൈകാൻ കാരണം അതല്ല, സത്യത്തിൽ റോഡ് വലിയൊരു പ്രകടനം കടന്നു പോയതുകൊണ്ടാണ്. മാത്യു സിറിയക്കിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ വെച്ച് 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊരനുഭവം ഞാൻ അനിവാര്യമായിട്ടും ഇവിടെ പങ്കുവെക്കാം. അതൊന്നുമല്ല, മാത്യു സിറിയക്ക് ഫറൂഖ് കോളേജിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിയായിരുന്നു. ഫറൂഖ് കോളേജിലെ ധാരാളം വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഡോക്ടർ അബ്ദുൽ ജലീൽ, ഞങ്ങളുടെ ഒരു മുൻ വിദ്യാർത്ഥി, സർവ്വദേശീയ രംഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരു കക്ഷി, ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ തലയൊന്ന് കുഞ്ചി എന്നെ അറിയുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ജലീൽ മോഹൻദാസ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. എന്തൊരു സന്തോഷം! 10-25 കൊല്ലത്തിന് ശേഷം ഒന്നിച്ച് പഠിച്ച 2 മനുഷ്യർ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുകയാണ്. മോഹനകൃഷ്ണൻ കാലടിയുടെ പഴയൊരു കവിതയുണ്ട്, രാമനും റഹ്മാനും. നഗരത്തിലെ വലിയ തിരക്കിൽ 25 കൊല്ലത്തിന് ശേഷം ഒരു ക്ലാസ് മുറിയിൽ ഒന്നിച്ച് പഠിച്ച 2 പേർ, രാമനും റഹ്മാനും. റഹ്മാനെ രാമനാണ്ടോ, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്ടോ, ഉപ്പിട്ട നെല്ലിക്ക മാറി മാറി തുപ്പലും കൂട്ടി കടിച്ചതാണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ സൗഹൃദം അങ്ങോട്ട് പങ്കുവെക്കുകയാണ്. അതുപോലെ ഇന്ന് കൃത്യം 4:50 വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഒന്നാണ് മോഹൻദാസും ജലീലും തമ്മിലുള്ള. പിന്നെ അവരെ ഞാൻ കാണുന്നില്ല.
എൻ്റെ അടുത്തിരുന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജലീൽ എന്നോട് പറഞ്ഞു, മാഷേ ഒന്നും വിചാരിക്കരുത്, ഒരു 2 മിനിറ്റ്. പിന്നെ അവരെവിടെ പോയി എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണത്. ആ വലിയൊരു സൗഹൃദം, ആ സൗഹൃദത്തെ ഇതേ വേദിയിൽ വെച്ച് മലയാളത്തിൻ്റെ ഒരു അത്ഭുത പ്രതിഭ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു. വിജേഷ്. ഇവിടെ പലരും ഓർമ്മിക്കുന്നുണ്ടാവും. വിജേഷിനെ ഞാൻ എല്ലായ്പ്പോഴും പുസ്തക പ്രകാശന വേദികളിൽ, മറ്റ് വേദികളിൽ വിജേഷ് പ്രഭാഷകനൊന്നും അല്ലെങ്കിലും ആ വേദിയിൽ വിജേഷ് ഉണ്ടാവും. ആരെങ്കിലും പറയും വിജേഷെ ഒരു ഏകപാത്ര നാടകം അല്ലെങ്കിൽ ഒരു കവിത, ഒരു പാട്ട് പാടണം, അപ്പോൾ വിജേഷ് പാടും. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്ത വിജേഷിൻ്റെ ചെക്കോവിൻ്റെ ഒരു കഥ വിജേഷ് നാടകമാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആ സമയത്ത് ഓർക്കാൻ ഒരു കാരണമുള്ളത്, ഇതിൽ ഒരാൾ നല്ല പൊക്കമുള്ള, അയാൾ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നു, മറ്റാൾ കുറച്ച് ചെറിയ ആളുമാണ്. പക്ഷേ അവർ തമ്മിലുള്ള ആ ചേർച്ചയെക്കുറിച്ച് പറയുമ്പോഴാണ് എല്ലാ ഔപചാരികളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എം കുട്ടിക്കൃഷ്ണൻ മാഷ് എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകൻ, പൊതുപ്രവർത്തകൻ, പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറി, സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി, കൈരളി ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരാൾ എന്ന നിലക്ക് മാഷ് നടത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളൊന്നായി ഞാൻ കാണുന്ന ആ ചേർത്ത് പിടിക്കൽ, അതേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വെട്ടിമുറിക്കപ്പെടുന്ന കാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റെ ആശയപ്രചാരണത്തിൻ്റെ തലക്കെട്ടായി സ്വീകരിച്ച വിദ്വേഷത്തിനും വെറുപ്പിനും വിഭജനത്തിനുമെതിരെ സ്നേഹം, സൗഹൃദം, ചേർത്ത് പിടിക്കൽ എന്ന ആ വലിയ തത്വം പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റെ ഒരു പ്രമേയത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പേ അത് പ്രയോഗത്തിൽ വരുത്തി മുൻ മാതൃക കാണിച്ച് നമ്മെ കോരിത്തരിപ്പിച്ച് ആവേശം കൊള്ളിച്ച് കടന്നുപോയ കുട്ടികൃഷ്ണൻ മാഷിൻ്റെ സന്ദർഭത്തിൽ ഞാൻ വിജേഷ് അവതരിപ്പിച്ച ആ ഒരു ഏകപാത്ര നാടകത്തെക്കുറിച്ച് 1 മിനിറ്റ് സമയം ഇത്രയേ വേണ്ടു അതിൽ. പക്ഷേ ഞാനത് പറയുമ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു തവണയല്ല, 1-ലേറെ തവണ അത് കണ്ടിട്ടുണ്ട്. ഞാൻ 1-ലേറെ തവണ കാണുമ്പോഴും ഞാൻ വിജേഷിനെ ചേർത്ത് പിടിച്ച് ഓരോ തവണ കാണുമ്പോഴും, അപ്പോൾ വിജേഷ് പറയും കഴിഞ്ഞ തവണ കയ്യാൻ പറഞ്ഞു തന്നെയാണിത്. ഞാൻ പറഞ്ഞു അതെ, കഴിഞ്ഞ തവണ വിജേഷ് നടിച്ചു തന്നെയാണിത്. പക്ഷേ നമുക്ക് ചേർത്ത് പിടിച്ച് പറയാതിരിക്കാനാവില്ല. അതിൻ്റെ സന്ദർഭം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചൊരു മനുഷ്യൻ, ചെറിയൊരു മനുഷ്യൻ, കണ്ണൊക്കെ തള്ളി, മുഖമൊക്കെ ഒട്ടി, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, പൊട്ടിയ വാറുള്ള ഒരു ചെരുപ്പൊക്കെ ഇട്ട്, ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും തരണേ എന്ന് യാചിച്ച് നിൽക്കവേ ഒരു വലിയ കൂറ്റൻ കാറിൽ ഒരു തടിച്ച മനുഷ്യൻ, ഞാനിത് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് നിറയെ വിജേഷിൻ്റെ ആ നടന പാഠമാണ്. ഈ 2 മനുഷ്യരെയും വിജേഷാണ് അവതരിപ്പിക്കുന്നത്. തടിച്ച് ഉരുണ്ട് കൊഴുത്ത് മിനുത്ത് സ്വർണ്ണച്ചങ്ങലയൊക്കെ ഇട്ട് ആ നടന്ന് വരുന്ന വലിയ മനുഷ്യൻ, ആ വലിയ മനുഷ്യനെ ഈ ചെറിയ മനുഷ്യനെ നോക്കുന്നു. ചെറിയ മനുഷ്യൻ വലിയ മനുഷ്യനെയും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് മനസ്സിലായി, ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ വലിയ മനുഷ്യൻ ഈ ചെറിയ മനുഷ്യനോട് തൻ്റെ കാറിൽ കയറാൻ പറയുന്നു. കുറേ നേരമായി ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ഈ ചെറിയ മനുഷ്യൻ ഏതോ കൊല്ലം മുമ്പ് ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരുന്നത് ഇത്ര ഉയരത്തിലെത്തിയിട്ടും ആഡംബര കാറിൽ സഞ്ചരിച്ചിട്ടും ഇയാൾ മറന്നില്ലല്ലോ എന്ന തൃപ്തിയിൽ, ഒരുപക്ഷെ അയാളുടെ വിശപ്പിന്നെ തീർന്നു പോയിരിക്കണം. പക്ഷേ കാറിൽ കയറാൻ നേരത്തെ അയാൾ പറഞ്ഞു, ആ ചെരുപ്പം കഴിച്ചു വെച്ചേ എന്ന് പറഞ്ഞു. കാരണം കോടിക്കണക്കിന് വിലയുള്ള ആ ആഡംബര കാറിൽ ഈ പൊട്ടിയ ചെരുപ്പ് കയറ്റാൻ അയാൾക്ക് സമ്മതമായില്ല. ഈ ചെറിയ മനുഷ്യൻ, അയാൾക്ക് കാലെടുത്ത് പൊക്കാൻ തന്നെ വയ്യ, പതുക്കെ ചെരുപ്പ് ഊരി കാറിലേക്ക് കയറിയിരുന്നു. അയാൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. ഇയാളുടെ വീട്ടിലെത്തുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും. ഇയാൾ വീട്ടിലേക്ക് പാർസൽ 2 കയ്യിലും വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വിജേഷ് അഭിനയിച്ച് കാണിക്കണം. ആ 2 കയ്യിലുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് ഭക്ഷണം കിട്ടും. ജീവിതത്തിൽ വലിയ സാഫല്യമായി. ഭക്ഷണം മാത്രമല്ല, തന്നെ എല്ലാവരും തട്ടി നീക്കുന്ന തന്നെ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന ഇയാൾ തിരിച്ചറിഞ്ഞല്ലോ. വീട്ടിലെത്തിയ ഉടനെ അയാൾ ഈ ചെറിയ മനുഷ്യനോട്
കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചിരുത്തും എന്നയാൾ കരുതി വേച്ച് അയാൾ മുന്നോട്ട് നടക്കാൻ നോക്കുമ്പോൾ തടിച്ച മനുഷ്യൻ പറഞ്ഞു, അവിടെ നിൽക്ക്. അയാൾ അമ്പരന്നു. പക്ഷെ അയാൾ നിന്നുപോയി. എന്നിട്ട് ആ തടിച്ച മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മക്കളെ വരൂ. രണ്ട് തടിച്ച് ഉരുണ്ട് കൊഴുത്ത് മിനുത്ത് തിളങ്ങുന്ന രണ്ട് മക്കൾ ഉരുണ്ടുരുണ്ട് വന്നു. ആ തടിച്ച മനുഷ്യൻ ഈ മെലിഞ്ഞ മനുഷ്യനെ ചൂണ്ടിക്കാട്ടിച്ച് പറഞ്ഞു, പഠിക്കേണ്ട സമയത്ത് രാഷ്ട്രീയവും പൊതുപ്രവർത്തനമൊക്കെ നടന്നാൽ എങ്ങനെയാകുമെന്ന് ഈ മനുഷ്യനെ നോക്കി പഠിക്ക്. നല്ല പോലെ പഠിച്ചാൽ എന്നെപ്പോലെ ആവാൻ പറ്റും. അകത്തേക്ക് പോയിക്കോ. ഈ ചെറിയ മനുഷ്യനോട് പറഞ്ഞു, പോടാ. ചെക്കോവിൻ്റെ ഏറ്റവും ഹൃദ്യമായൊരു കഥ, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഹൃദ്യമായി ചെക്കോവിന് മുകളിലാണ് വിജേഷ് എന്ന് ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അത് കണ്ടു കഴിയുമ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ അടിഞ്ഞുകൂടിയ അധികാരത്തിൻ്റെ അല്പത്തങ്ങൾ പുറത്തു പോകും. അങ്ങനെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അധികാരത്തെ പുറന്തള്ളാൻ കഴിയുമ്പോഴാണ് ഒരു എം കുട്ടിക്കൃഷ്ണൻ മാഷെ പോലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. എവിടെ വെച്ചും, പ്രഭാഷണ വേദിയിൽ വെച്ചും സദസ്സിൽ വെച്ചും എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ കാലത്ത് ഇന്ന് നമുക്കറിയാവുന്നൊരു കാര്യം. ചെറിയ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും മനുഷ്യരുടെ നെറ്റിയിൽ കൊമ്പ് മുളയ്ക്കുകയാണ്. അത് 4 ആളെ നെഞ്ചത്ത് തുളച്ചു കയറിയിട്ടില്ലെങ്കിൽ തൻ്റെ ഈ പദവിക്ക്, അധികാരത്തിന് എന്ത് പ്രാധാന്യം, പ്രസക്തി എന്ന് കരുതുന്ന മനുഷ്യർ. 45-ലാണ് വിൽഹം റൈക്ക് പ്രസിദ്ധമായൊരു പ്രബന്ധം എഴുതുന്നത്. ഫാസിസ്റ്റ് കാലത്തിൻ്റെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിറ്റ്ലറുടെ, മുസോളിനിയുടെ ഒക്കെ ഫെലാഞ്ചലിസ്റ്റുകളുടെ ഒക്കെ ഒരു കാലത്തെഴുതിയ ആ പ്രബന്ധത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഒരു വലിയ മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ്റെ അകത്തൊരു ചെറിയ മനുഷ്യനുണ്ടാവും. ആ ചെറിയ മനുഷ്യനെ ആ വലിയ മനുഷ്യൻ മനസ്സിലാക്കും. എന്നാൽ ഒരു ചെറിയ മനുഷ്യനായി തീർന്ന ഒരാൾ തന്നിലെ ചെറിയ മനുഷ്യനെ അറിയുകയില്ല, മനസ്സിലാക്കുകയില്ല. മനസ്സിലാക്കേണ്ടി വന്നാലോ അയാൾ മനസ്സിലാക്കുന്നതിനെ ഭയപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും എന്ന വിജേഷിൻ്റെ ഈ നാടകം ഇവിടെ ഓർമ്മിക്കാൻ കാരണം കുട്ടിക്കൃഷ്ണൻ മാഷ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുമ്പോൾ ടൗൺ ഹാളിൽ നിന്ന് മുഴങ്ങുന്നൊരു ശബ്ദം. അത് സാഹിത്യരചനകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഗംഭീരമായ പ്രഭാഷണം. അങ്ങനെ എത്രയോ മനുഷ്യരെ സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് നയിച്ച മാഷിൻ്റെ പേരിലുള്ള അവാർഡാണ്. ഈ അവാർഡ് കിട്ടിയ ഹരി ആനന്ദകുമാറോ വെറും കവിയല്ല. അദ്ദേഹം മലയാളത്തിലെ ശ്രദ്ധേയരായ കവികളിൽ ഒരാളാണ്. മികച്ച പ്രഭാഷകനാണ്. ജനപക്ഷത്ത് ഒരു പ്രതിസന്ധിയിലും പതറാതെ നിവർന്നു നിൽക്കുന്ന ഒരു യുവപ്രതിഭയാണ്. മികച്ച അധ്യാപകരിൽ ഒരാളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ധ്യാനാത്മകമായ പ്രതിഭ ചിതറിപ്പോകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. കവിതപ്പണി എടുക്കുന്നു മറ്റു പല പണികൾക്കൊപ്പം. അങ്ങനെ കവിതയുടെ വലിയൊരു ഗോപുരം, ദന്തഗോപുരം, അത് പൊളിച്ച ഒരു പ്രതിഭ എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇനി ഞാൻ രണ്ടാമത് KGSൻ്റെതിൽ എനിക്ക് ബോധ്യപ്പെട്ട കുറേ കാര്യമുണ്ട്. അത് മുഴുവൻ ഞാനിവിടെ പറയില്ല. കാരണം ഞാനിവിടെ ഡോക്ടർ PK പോക്കറോട് വരുന്ന വഴിക്ക് പറഞ്ഞു, ഞാനിവിടെ ഒരു നേർച്ചയാണ്, ഒരു നേർച്ചക്കോഴിയാണ്. നേർച്ചക്കോഴികളെ എപ്പോൾ വേണമെങ്കിലും പിടിച്ചറക്കാവുന്ന ഒരു കക്ഷിയാണ്. അതേസമയത്ത് ഡോക്ടർ PK പോക്കർ, അതുപോലെ പാറക്കടവിന് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഡോക്ടർ PK പോക്കർ ഉണ്ടല്ലോ, പിന്നെ ഞാൻ വേണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ എനിക്കും തോന്നി എന്നാൽ പിന്നെ വേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്, പിന്നെ ഹരി ആനന്ദകുമാറുണ്ട്, യുവപ്രതിഭ. അദ്ദേഹത്തിൻ്റെ
കവിതാ സമാഹാരമാണോ ചാവടിയന്തരം? കവിത അല്ലേ? ഒറ്റ കവിത. ഒറ്റ കവിതയാണ് ചാവടിയന്തരം. ആ കവിത വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും എന്ന് കരുതുന്നു. സത്യത്തിൽ നമ്മൾ ജീവിത അടിയന്തരം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൽ ആഴ്ന്നു മുങ്ങേണ്ട ഒരു ജനതയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ജീവിക്കാതിരിക്കുകയും മരണാനന്തരം നമുക്കെല്ലാവർക്കുള്ള ഒരു പരിമിതിയാണ് ഞാൻ പറയുന്നത്. മലയാളികൾ ഒരാളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയണമെങ്കിൽ മിനിമം അയാളൊന്ന് മരിച്ചു കിട്ടണം, എന്നാലേ നല്ലത് പറയാൻ പറ്റുള്ളൂ. അതെല്ലാം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരുണ്യം എന്നുള്ളത് ഒരു മരണാനന്തര ബഹുമതിയല്ല. മരിച്ചവർക്ക് ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ പ്രശംസ ആവശ്യമില്ല, നമ്മുടെ തലോടൽ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അവർ മറ്റൊരു ലോകത്തിലേക്ക് നമുക്കറിയാത്ത ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ KGS പ്രസംഗത്തിൽ എനിക്കിഷ്ടമായ ഒരു കാര്യം പറയാതെ വയ്യ. അദ്ദേഹം സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേദിയിലിരിക്കുന്നവർ, സദസ്സിലിരിക്കുന്നവർ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയ എൻ്റെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, അവരും ഇവിടെ വന്നിരിക്കുകയാണ്, അവർക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചത് 1854 സിയാറ്റിൽ മൂപ്പൻ്റെ ഒരു പ്രഭാഷണമാണ്. അദ്ദേഹം പറഞ്ഞു, മരിച്ചവർ ശക്തരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മരിച്ചവരോ, ഞാൻ അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകും, മരണമെന്നൊന്നില്ല, അത് വേറൊരു തരത്തിലുള്ള ജീവിതമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രണ്ട് തരത്തിൽ അത് വിശദീകരണം അർഹിക്കുന്നുണ്ട്. ഒന്ന്, ഭൗതികവാദത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളീ കാണുന്ന പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളിലെ ചില്ലകളിൽ വിടർന്നു നിൽക്കുന്ന സുഗന്ധം പരത്തുന്ന പൂക്കൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മരിച്ചുപോയവർ. ഇനി വിശ്വാസികളായുള്ള മനുഷ്യർക്കാണെങ്കിൽ അവർ മരണാനന്തരം വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവർ ശക്തിയില്ലാത്തവരല്ല. എന്നിട്ട് സിയാറ്റിൽ മൂപ്പൻ തിരുത്തുകയാണ്, മരിച്ചവരോ, ഞാൻ അങ്ങനെ പറഞ്ഞോ, മരണമെന്നൊന്നില്ല. സാമൂഹ്യ ജീവിതത്തിൽ സംസാരിക്കുമ്പോഴും മരണമെന്നൊന്നില്ല. നമ്മളൊരു തുടർച്ചയാണ്. ഇടർച്ചകളില്ലാത്ത തുടർച്ച എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിരവധി ഇടർച്ചകളുള്ള ഒരു തുടർച്ചയാണ്. ഇത്ര മാത്രമാണ് ഞാൻ ഈ ഒരു ആമുഖം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഗാസ എന്ന ഈ കവിതാ സമാഹാരത്തിനാണ് ആമുഖം എന്നുള്ളത്, അവാർഡ് എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് പുസ്തകത്തിലുണ്ട്, പുസ്തകം വായിക്കുന്നവർക്ക് അത് വായിക്കാൻ പറ്റും. എന്നാൽ അതല്ല, ഇന്ന് ഈ വെടിനിർത്തലൊക്കെ ഉണ്ടായിട്ടും ഇന്നത്തെ പത്രത്തിൽ ഗാസ വീണ്ടും, അതായത് നമ്മൾ സാധാരണ പറയും, ഈ മരിച്ചാൽ ശ്മശാനത്തിലേക്ക് ഒരു പൂർണ്ണ മൃതദേഹം, എന്നാൽ ഗാസയിൽ ഒരു വിരലിൻ്റെ കഷ്ണമായിരിക്കും അവർക്ക് മറവ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുക. ആ വിരൽക്കുറ്റിയിൽ നിന്ന് വേണം തൻ്റെ പിതാവിനെ, മാതാവിനെ, ബന്ധുവിനെ കണ്ടെത്താൻ. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ ആകെക്കൂടെ നമുക്കൊരനുഭവം ഉണ്ടായത് ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലാണ്. ആ ചൂരൽമലയിൽ 13, 12 എന്നൊക്കെ നമ്പറാണ്. വെട്ടിമാറ്റപ്പെട്ട കൈ, അവശിഷ്ടം കൈ, അതിൽ 12 എന്നൊക്കെയുള്ള അടയാളമാണത്. പക്ഷേ ഇവിടെ അങ്ങനെ അടയാളം പോലുമില്ല. ചിലപ്പോൾ ഒരു നഖത്തിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഒരു വിരൽക്കുറ്റിയിൽ നിന്നായിരിക്കും. അതായത് ചിതറിത്തെറിച്ചു പോയ ശരീരങ്ങളാണ്. ഒരു പട്ടണം ഒന്നിച്ച് തകർക്കുകയാണ്. അതിൻ്റെ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷിക്കപ്പെടാതെ, ഒരു രക്ഷയുമില്ലാതെ എത്രയോ ദിവസം ജീവച്ഛവമായി കിടന്ന മനുഷ്യരുണ്ടാവാം, ചെതറിപ്പോയ മനുഷ്യരുണ്ടാവാം. ഇതൊക്കെയാണ് ഗാസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എഴുതിയ, ഗാസയുമായി ബന്ധപ്പെട്ട് എഴുതിയ, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു മതേതര ആത്മീയതയെക്കുറിച്ചുള്ള ഒരു അവതരണം നടത്തണമെന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ പത്രവാർത്ത വല്ലാതെ തലയുറ്റിക്കുന്നതായിരുന്നു. ഐക്യരാഷ്ട്രസഭ എന്തിന്, മനുഷ്യാവകാശ സംഘടനകൾ എന്തിന് എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന, നമ്മൾ കണ്ടു വെനിസ്വേലയിലെ ഒരു പ്രസിഡൻറ്റിനെയാണ് കയ്യും കാലും കെട്ടിയിട്ടിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്. സാമ്രാജ്യത്വവും സയണിസവും ഇന്ത്യൻ ഫാസവും ജനതയെ വേട്ടയാടാനിറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ സയണിസത്തിനെതിരെ ഗസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ
കുറച്ച് മുമ്പ് എഴുതിയ ഒരു കുറിപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല മുഴുവൻ വായിക്കാൻ കഴിയും, എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു 2 പാരഗ്രാഫ് മാത്രം വായിച്ച് ഈ പ്രാഥമിക ഇടപെടൽ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിന് പെട്ടെന്ന് പ്രചോദനമായത് മലയാളത്തിലെ 2 പ്രതിഭകളുടെ പ്രതികരണമാണ്. ഒന്ന് ഡോക്ടർ എം ലീലാവതി, മറ്റൊന്ന് ടി പത്മനാഭൻ. ഇതിൻ്റെ തലക്കെട്ട് അവർ കൊച്ചു കുട്ടികളല്ലേ, അന്നത്തിന് കാതോർത്തവർ കരിഞ്ഞു തീരുമ്പോൾ. അവർ കൊച്ചു കുട്ടികളല്ലേ, അന്നത്തിന് കാതോർത്തവർ കരിഞ്ഞു തീരുമ്പോൾ. ഇതാണ് ഇതിൻ്റെ തലക്കെട്ട്. ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര കോടതി, മനുഷ്യാവകാശ സംഘടനകൾ, ഇസ്രായേലിലെയും അമേരിക്കയിലെയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ ആത്മബോധമുള്ള മനുഷ്യർ, സ്വന്തം മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് ചോര വാർന്നൊലിച്ച് കരയുന്ന കുഞ്ഞുങ്ങൾ, അവരൊക്കെയും പറയുന്നത് കൂട്ടക്കശാപ്പുകൾ നിർത്താനാണ്. എന്നിട്ടും സ്വന്തം രാജ്യത്തിലെ ബന്ദികളാക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഓർത്തുപോലും ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതെ സയനിസ്റ്റ് ഭീകരർ സാമ്രാജ്യത്വത്തിൻ്റെ സമസ്ത പിന്തുണയോടെ കൂട്ടക്കൊലകൾ തുടരുകയാണ്. കൊല്ലപ്പെട്ടവരെ തന്നെ പിന്നെയും കൊന്നിട്ടും, ഇടിച്ചു നിരത്തപ്പെട്ട കെട്ടിടങ്ങൾ പിന്നെയും ഇടിച്ചു നിരത്തിയിട്ടും, തങ്ങൾ പറയുന്ന കള്ളങ്ങൾ ആ കള്ളങ്ങൾക്ക് തന്നെ അവമാനമുണ്ടാക്കും വിധം ആവർത്തിച്ചിട്ടും സയനിസ്റ്റ് ഭീകരതയുടെ രക്തദാഹം തീർന്നിട്ടില്ല, തീരുകയില്ല. ലോകത്തിപ്പോൾ സയനിസ്റ്റ് ഭീകരർ മാത്രമാണുള്ളതെന്ന് തോന്നിപ്പോവും വിധമാണ് ഭീകരത മാർച്ച് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും പ്രത്യാശയുടെ വെളിച്ചം അണഞ്ഞിട്ടില്ല, പ്രക്ഷോഭത്തിൻ്റെ തീപ്പന്തങ്ങൾ കെട്ടിട്ടില്ല, ഐക്യപ്പെടലുകളുടെ നിസ്സഹായതയെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പേമാരി തോർന്നിട്ടില്ല. കുഴിച്ചു മൂടപ്പെട്ട നീതിയുടെ കബറുകളിൽ നിന്നും മുഷ്ടികൾ ഉയരുന്നത് തുടരുന്നുണ്ട്. ചിതറിപ്പോയ കുഞ്ഞു മക്കളുടെ കളിക്കോപ്പുകളിൽ നിന്നും കനലുകൾ ജ്വലിക്കുന്നുണ്ട്. പാലസ്തീൻ രക്തസാക്ഷികൾ പല ഭാഷകളിൽ പോരാട്ടം തുടരാൻ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ക്രൂരതകളുടെ ഇരുട്ടിനപ്പുറം നിന്നും കരുണയുടെ കഥകളും കവിതകളും ഹൃദയ നിമന്ത്രണങ്ങളും ഉണ്ടാവുന്നുണ്ട്. എഴുത്തിലും വരയിലും പാട്ടിലും പോരാട്ടത്തിലുമായി ഒരിടത്തല്ല പലയിടങ്ങളിലുമായി പാലസ്തീൻ പിന്നെയും പിറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനത്തെ മനുഷ്യനില്ലാതാകുന്നത് വരെ ഓരോരുത്തരും അവരവരാൽ കഴിയുന്നത് പല രീതികളിൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന പ്രതീക്ഷ പടരുന്നുണ്ട്. ഗസയെ മറവിയിലേക്ക് മറിച്ചിടാൻ ഞങ്ങളുടെ സ്മരണകൾ ജീവിക്കുന്നിടത്തോളം സമ്മതിക്കുകയില്ലെന്ന പ്രതിജ്ഞകൾ കൊണ്ട് ലോകം പൂക്കുന്നുണ്ട്. സമരഗസയ്ക്ക് വേണ്ടി വിശ്വമാകെ സമരവേദിയായി പതുക്കെയാണെങ്കിലും വികസിക്കുന്നുണ്ട്. ഗസ കോർണറുകൾ അഭയാർത്ഥി പോരാളികളുടെ പറുദീസയായി സർവ്വപ്രദേശങ്ങളിലും ഉണ്ടായിത്തീരുന്നുണ്ട്. ഗസയ്ക്ക് വേണ്ടി ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും ലോകം മുഴുവൻ ഇടിനാദമായി മുഴങ്ങണം. നീതിയുടെ വിത്ത് ചിലപ്പോൾ ഏറെ വൈകിയാവും മുളയ്ക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം വെള്ളമൊഴിക്കാതിരിക്കാനും വളമിടാതിരിക്കാനും നമുക്ക് ഒരവകാശവുമില്ല. തോൽപ്പിക്കപ്പെടുമ്പോഴും തലയുയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയുടെ നെറ്റിയിൽ നിന്നും നക്ഷത്രങ്ങൾ ജനിക്കും. സയണിസത്തിൻ്റെ നെറ്റിയിലെ ചോരയിൽ കുതിർന്ന കൊമ്പുകൾ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധക്കൊതിക്ക് ആത്മബോധത്തിൻ്റെ ആ നക്ഷത്ര സ്വപ്നങ്ങൾക്ക് മുമ്പിൽ അധികകാലം ശിരസ്സുയർത്തി നിൽക്കാൻ കഴിയില്ല. അരുന്ധതി റോയുടെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. പ്രബന്ധം അവസാനിക്കുന്നില്ല, എഴുത്ത് അവസാനിക്കുന്നില്ല, പാട്ട് അവസാനിക്കുന്നില്ല, വരകൾ അവസാനിക്കുന്നില്ല, കവിതകൾ അവസാനിക്കുന്നില്ല, പ്രക്ഷോഭങ്ങളും അവസാനിക്കുന്നില്ല. നീ ഒരുപാട് കാലം ന്യൂയോർക്കിൽ താമസിച്ചു പോയി. ഞാൻ അവളോട് പറഞ്ഞു, വേറെയും ലോകങ്ങളുണ്ട്. നീ ഒരുപാട് കാലം ന്യൂയോർക്കിൽ താമസിച്ചു പോയി. ഞാൻ അവളോട് പറഞ്ഞു, വേറെയും ലോകങ്ങളുണ്ട്, വേറെ മട്ടിലുള്ള സ്വപ്നങ്ങളുമുണ്ട്. തോൽവി ഒരു സാധ്യതയായി നിലനിൽക്കുന്ന, തോൽവിയും മഹത്താവുന്ന സ്വപ്നങ്ങൾ, തോൽവിക്ക് വേണ്ടിയുള്ള പരിശ്രമവും നല്ലതായിത്തീരുന്ന സ്വപ്നങ്ങൾ, പ്രതിഭയുടെയും മാനുഷികതയുടെയും അളവുകോൽ പ്രശസ്തി മാത്രമല്ലാത്ത ലോകങ്ങൾ. എനിക്കറിയാവുന്ന, ഞാൻ സ്നേഹിക്കുന്ന അനേകം പോരാളികളുണ്ട്. എൻ്റെ ജീവിതത്തിനുള്ളതിലും എത്രയോ മടങ്ങ് വിലയുള്ള ജീവിതങ്ങൾ. ഓരോ ദിവസവും അവർ യുദ്ധമുന്നണിയിലേക്ക് പോകുന്നു. തങ്ങൾ തോറ്റുപോകും
എന്ന മുന്നറിവുമായി. ഒരു വഷളൻ രീതിയിൽ അവരുടെ ജീവിതം മധുരിക്കുന്ന വിജയഗാഥകളല്ല, എന്നാൽ സഫലമല്ലാത്ത ജീവിതങ്ങളാണ് അവരുടേത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാണാൻ കൊള്ളാവുന്ന സ്വപ്നം ഒന്നേയുള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമെന്നും മരിക്കുമ്പോൾ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന സ്വപ്നം. കാണാൻ കൊള്ളാവുന്ന ഒരൊറ്റ സ്വപ്നമേയുള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമെന്നും മരിക്കുമ്പോൾ മാത്രമേ മരിക്കുകയുള്ളൂ എന്നുമുള്ള സ്വപ്നം. പ്രശസ്തി മാത്രമല്ലാത്ത, ന്യൂയോർക്ക് മാത്രമല്ലാത്ത, സാമ്രാജ്യത്വവും സയണിസവും ഫാസിസവും അവതരിപ്പിക്കുന്ന മട്ടിലുള്ള സ്വപ്നങ്ങൾ മാത്രമല്ലാത്ത, മധുരമുള്ള വിജയഗാഥകൾ മാത്രമല്ലാത്ത മഹത്തായ തോൽവികളുമുണ്ട്. ആ മഹത്തായ തോൽവികൾക്കിടയിൽ പലസ്തീൻ പതാക ഉയർന്നു പൊങ്ങും എന്ന പ്രതീക്ഷയാണ് ഗസ എന്ന ഹരി ആനന്ദകുമാറിൻ്റെ കവിതകൾ പങ്കുവെക്കുന്നത്. ഹരിയെ അഭിവാദ്യം ചെയ്യുന്നു, നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവാർഡ് ലഭിച്ച കവി ഹരി ആനന്ദ് കുമാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുക എന്നത് ഇവിടെ കയ്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ജീവിതാനുഭവം തന്നെയായിരിക്കും. കാരണം കുട്ടികൃഷ്ണൻ മാഷി ഇവിടെ കയ്യൻ സൂചിപ്പിച്ചതുപോലെ തികച്ചും വേറിട്ട ഒരു മനുഷ്യനായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ കുട്ടികൃഷ്ണൻ മാഷ് മുമ്പിൽ നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. കാരണം മാഷുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഈ വടകര ഭാഗത്തുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മായാത്ത ഓർമ്മകളാണ്. വ്യക്തിപരമായി തന്നെ ഒട്ടനവധി ഓർമ്മകൾ മാഷുമായി ഇടപെട്ടതിൻ്റെ, വേദികൾ പങ്കിട്ടതിൻ്റെ ഓർമ്മകൾ എനിക്കുണ്ട്. അതിൽ ആദ്യത്തേതും ഒരുപക്ഷെ അവസാനത്തേതും എന്ന് പറയാവുന്ന രണ്ട് അനുഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ്. ആദ്യത്തേത് എടച്ചേരിയിൽ വെച്ചായിരുന്നു. എടച്ചേരിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു 30-35-40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. മാഷ് ഉദ്ഘാടനമാണ്. ഞാനവിടെ സംസാരിക്കാനുണ്ട്. അതിനുശേഷം കലിംഗ തിയേറ്റേഴ്സിൻ്റെ മറ്റോ വലിയ ഒരു നാടകമുണ്ട്. അപ്പോൾ രാത്രി 7-8 മണിയായി ആളുകൾ പായും ഒക്കെയായി വരികയാണ്. കുട്ടികൾ, സ്ത്രീകൾ, വലിയ ബഹളം, വലിയ ഗ്രൗണ്ട്. ഓർക്കാട്ടൂർ ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിട്ടുള്ള കുഞ്ഞുട്ടൻ മാഷായിരുന്നു പ്രധാന സംഘാടകൻ. കുഞ്ഞുട്ടൻ മാഷ് വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെയും സ്വകാര്യം പറഞ്ഞു, നാടക സംഘം കുറച്ച് വൈകും, വണ്ടിക്ക് എന്തോ പ്രശ്നം കൊണ്ട് വഴിയിലാണുള്ളത്, ഒന്ന് നീട്ടി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ നീട്ടാൻ കഴിയില്ല, എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെയാണ് എന്ന രീതിയിൽ സൂചിപ്പിച്ചു. അപ്പോൾ കുട്ടികൃഷ്ണൻ മാഷ്, ഉദ്ഘാടനം ചെയ്യേണ്ട കുട്ടികൃഷ്ണൻ മാഷ് പറഞ്ഞു, സാറില്ല, പോക്കർ ആദ്യം സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് ആദ്യം സംസാരിച്ചു. ഒരുപാട് സമയം ഞാൻ ഇരുന്നു. കുട്ടികൃഷ്ണൻ മാഷ് പ്രസംഗം നിർത്തിയിട്ടില്ല, നാടകസംഘം എത്തിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പിന്നെ ഞാൻ മറ്റൊരാളുടെ ബൈക്കിൽ കയറി ഓർക്കാട്ടേരി എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ അടുത്ത ദിവസമാണ് അറിയുന്നത് മാഷ് 2-3 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ മാത്രമേ വണ്ടി അവിടെ എത്തിയുള്ളൂ. അവസാനം നാടകമൊക്കെ കളിച്ചു, നേരം വെളുത്തു പോയി. മാഷാണെങ്കിൽ വടകര വരെ വന്ന് അവിടുന്ന് ഒരു ലോറിയിലൊക്കെ കയറി പയ്യോളി എത്തി. അങ്ങനെ ഒരു അനുഭവം. പിന്നെ മാഷ് കാണുമ്പോൾ ഒക്കെ ഈ സംഭവം ഇങ്ങനെ പറയായിരുന്നു. കാരണം മാഷ് അല്ലെങ്കിൽ ആ ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പണ്ട് കഴിയായിരിക്കും, ഇപ്പം കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയും മണിക്കൂറുകൾ മാഷ് സംസാരിക്കുകയാണ്, കവിത ചൊല്ലിയും പാട്ട് പാടിയും. മാഷൊരു പെർഫോമൻസ് ഒക്കെ അറിയാലോ. അപ്പോൾ ആ രീതിയിലുള്ള
ഒരനുഭവം. അപ്പോൾ മാഷ് ജനങ്ങളുടെ ഇടയിൽ ഏത് രീതിയിൽ ജീവിക്കാൻ പ്രതിബദ്ധത പുലർത്തിയ മാഷിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവസാനത്തേതെന്ന് പറഞ്ഞ ഒരു അനുഭവം, ഞാൻ പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയ ശേഷമാണ് അവിടെ VK-ൻ്റെ നോവല് അധികാരികൾ തടയുന്നത്. അങ്ങനെ ഈ നോവൽ തടയപ്പെട്ടപ്പോൾ അതിനെതിരായി പൂക്കാസയുടെ ഒക്കെ നേതൃത്വത്തിൽ സമരം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ സമരം അങ്ങനെ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് 2-3 ആളുകൾ നിരാഹാരം ഇരുന്ന് ആ സമയത്ത് കുട്ടികൃഷ്ണൻ മാഷ് എത്തി. കുട്ടികൃഷ്ണൻ മാഷ് രാവിലെ എന്നോട് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി ഒന്ന് കഴിച്ചു വരാം എന്ന് പറഞ്ഞു. അപ്പോൾ മണി 12-1 മണിയായി. വീട് എന്ന് പറയുന്നത് ക്വാർട്ടേഴ്സാണ്, D21 ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ പോയി. വീട്ടിൽ സ്വാഭാവികം ചോറാണുള്ളത്. നിരാഹാര സമരം ഇരിക്കുന്ന ആൾ കഞ്ഞിയാണ് കുടിക്കേണ്ടതെന്ന് ഒക്കെയാണല്ലോ സാധാരണ പറയുക. മാഷ് പറഞ്ഞു ഞാൻ പ്രശ്നമാക്കണ്ട, ഇവിടെ ചോറല്ല, ചോറിനെടുത്തോ. അപ്പോൾ ചോറും മീൻകറിയൊക്കെ തിന്ന് മാഷ് വന്നു. അത് യൂണിവേഴ്സിറ്റിയുടെ വലിയ കെട്ടിട അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ മുമ്പിൽ കുട്ടികൃഷ്ണൻ മാഷ് 5 ദിവസത്തിലധികം, മുമ്പൊക്കെ നിരാഹാര സമരം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയ പരിഹാസവും പുച്ഛമൊക്കെ ഉള്ളിൽ തോന്നുക. കാരണം അതിനെന്തോ ഒരു തരികിടുണ്ട്, എന്തോ ഒരു ഏർപ്പാടുണ്ടെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് പൊതുവെ ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ എവിടെയോ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിച്ച ആളാണ്. പക്ഷേ കുട്ടികൃഷ്ണൻ മാഷ് ഞങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെറും വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് 5 ദിവസം, അത് മാഷക്കാണെങ്കിൽ വെറും വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടോ എന്നുള്ളൂ സംശയമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാഷ് അത്ഭുതപ്പെടുത്തി കേട്ടോ, ശരിക്കും അത്ഭുതപ്പെടുത്തി. അതേസമയത്ത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം നിരാഹാര സമരം കിടന്നിട്ട് ഉച്ചയാകുമ്പോൾ എന്താ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തെന്ന് ചോദിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് രാവിലെ എനിക്ക് വൈകല്യൻ്റെ പ്രശ്നമുള്ള ആളാണ്, ഞാൻ ഇരിക്കാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൃഷ്ണൻ മാഷ് എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു വല്ലാത്തൊരു അപൂർവ പ്രതിഭാസം തന്നെയാണ്. അങ്ങനെ ഉള്ള കുട്ടികൃഷ്ണൻ മാഷിൻ്റെ പേരിൽ നടക്കുന്ന ഈ പരിപാടി, ഈ ഓർമ്മദിനം, ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത്, അതിൽ പങ്കെടുക്കുന്നതും അതിൽ ഭാഗവാക്കാവുന്നതും തന്നെ വലിയ സന്തോഷമുള്ള, വലിയ ആഹ്ലാദമുള്ള, നമ്മൾ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീര്യം തിരിച്ചെടുക്കാൻ പ്രചോദനം നൽകുന്ന ഒരു സന്ദർഭമാണെന്ന് ആമുഖമായി പറയുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ആനന്ദകുമാറിൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊരു പുസ്തകത്തിന് അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പം അതും വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ അങ്ങനെ അങ്ങേയറ്റം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആനന്ദകുമാർ ഒരൊറ്റ പ്രമേയത്തെ മുൻനിർത്തി ഇതുപോലെ 60-75ഓളം കവിതകൾ എഴുതുന്നത് അത്ഭുതകരം തന്നെയാണ്. കാരണം നമ്മളിപ്പം മുമ്പൊക്കെ ഒരു കാലത്ത് നമ്മൾ നെൽസൺ മണ്ടേല മുതൽ അച്ചാബെ മുതൽ ഗ്രിസാനി മുതൽ ഒട്ടനവധി ആളുകളെ പറ്റി പറയുകയും ആവേശം കൊള്ളുകയും കോളേജ് ഹോസ്റ്റലുകളിലായാലും പുറത്തായാലും ഒക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്കും കരച്ചിൽ വരുമായിരുന്നു. അൾജീരിയ എന്ന് പറയുമ്പോൾ നമുക്കും ഒരു വെമ്പലായിരുന്നു. അതുപോലെ യാസർ അറഫാത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്കിപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഗാന്ധി എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ തോന്നാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഗാന്ധിയെ കൊന്നത് ആരാണെന്നോ ഏത് പാർട്ടിയാണെന്നോ ഏത് സംഘടനയാണെന്നോ പറയാൻ ആളുകൾ മടിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ അടുത്ത കാലത്ത് പറഞ്ഞത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്ന സംഘടനയാണ് RSS എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ എത്ര എഴുത്തുകാർ ഇതിനെതിരായി പ്രതികരിച്ചു? ഒരാൾ പ്രതികരിച്ചാൽ ഞാൻ കണ്ടില്ല, നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്ന സംഘടനയാണ് ഗാന്ധിജിയെ കൊന്ന സംഘടന എന്ന് കേരളത്തിലെ ഒരു എഴുത്തുകാരൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും പത്രങ്ങളിൽ അച്ചടിച്ചു വരികയും ചെയ്തിട്ട് നമ്മൾ അനങ്ങാതിരിക്കുന്ന ഒരു സമൂഹമായി മാറിയ കാലത്താണ് അങ്ങ് ഗസയിലെ അധിനിവേശത്തെക്കുറിച്ച്, അവിടെ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതിനെക്കുറിച്ച്, അവിടെ എല്ലാ കെട്ടിടങ്ങളും പൊളിഞ്ഞ് തകർന്നു വീഴുന്നതിനടിയിൽപ്പെട്ട കുട്ടികളെക്കുറിച്ച് അവരുടെ ഓർമ്മകളിൽ നിന്ന്, അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ പരിസരങ്ങളിൽ നിന്ന് ബിംബങ്ങൾ കണ്ടെത്തി കവിത എഴുതുന്നത് ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടത്തെ തിരിച്ചു പിടിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് മഹാത്മാഗാന്ധിജിയെ പോലെ അർദ്ധനഗ്നനായി ഇന്ത്യയിലെ മനുഷ്യരെ ഒരുമിപ്പിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ നിന്ന് ഈ ബൈബിളും ഖുറാനൊക്കെ ഒഴിവാക്കിയെങ്കിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം വെടിവെച്ച് കൊല ചെയ്യപ്പെടുകയില്ലായിരുന്നു. അപ്പം മനുഷ്യരെല്ലാം ഒന്നിച്ച് ജീവിക്കണം,
സൗഹാർദ്ദത്തോടു കൂടി എന്ന് പറഞ്ഞു എന്ന പേരിൽ അങ്ങനെ സൗഹാർദ്ദം ആഗ്രഹിക്കാത്ത, വെറുപ്പ് നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ പരിശീലനം കിട്ടിയ ഒരാൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നമുക്കിന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഇത് വെറുതെ പറയല്ല കേട്ടോ, ഞാൻ ഇവിടെ പറയാനൊന്നും ഉദ്ദേശിച്ചില്ല, പെട്ടെന്ന് ഇത് മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഈ സംഭവം കൂടി പറയണം എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ 1-2 വേദിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പുള്ള അനുഭവമാണ്. എൻ്റെ പേരക്കുട്ടി എന്നോട് ഒരു ദിവസം ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്, മകളും അവടൊപ്പം ഞാനും. അപ്പം പേരക്കുട്ടി വന്നിട്ട്, ഞാൻ ഈ ഉപകരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിലെന്താ ചെയ്യുന്നത് ഉപ്പാപ്പാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പുസ്തകം ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ എന്നോട് ഈ കുട്ടി ചോദിക്കുകയാണ്, എനിക്കൊരു പുസ്തകം ഡൗൺലോഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തിരക്ക് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ, ഇപ്പോൾ 6-ലെത്തി. അപ്പോൾ എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. ഞാൻ ചോദിച്ചു, ഏതാ പുസ്തകം? വൈ ഐ കിൽഡ് ഗാന്ധി. ഞാൻ ചോദിച്ചു, ആരാ എഴുതി? ഗോഡ്സെ. ഇതാര് പറഞ്ഞു? എൻ്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ബാംഗ്ലൂരിലെ ബെസ്റ്റ് ഫ്രണ്ട് 5ാം ക്ലാസ്സുകാരി ഉപദേശിക്കുന്നത് ഈ പുസ്തകം വായിക്കാനാണ്. എന്തിനാണ് ഈ പുസ്തകം വായിക്കുന്നത്? എന്തിനാണ് അവൾ പറഞ്ഞത്? അവൾ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ, അവൾ പുറത്തൊക്കെ ആയിരുന്നു, ഗൾഫിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ആണ്, ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു, അവൾ പറയുന്നത് ഈ പുസ്തകം വായിച്ചാൽ ഞാൻ ഗാന്ധിയെ വെറുക്കാനും ഗോഡ്സെയെ സ്നേഹിക്കാനും തുടങ്ങും എന്നാണ്. അപ്പം ഒരു കാര്യം എനിക്ക് സംശയമായി. ആ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്തുകൂടി രാവിലെ ഇവിടെ സ്കൂളിൽ ബസ് കയറ്റാൻ പോകുമ്പോൾ എന്നെ എന്തോ ഒരു ഭയം പൊതിയുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ആ കുട്ടിക്ക് ഈ വികാരം കിട്ടിയതും മതം തിരിച്ചറിയാത്ത എൻ്റെ പേരക്കുട്ടിക്ക് ഈ ഉപദേശം കൊടുക്കുന്നതും അതൊരു കൺഫ്യൂഷൻ. കാരണം ഇവർ ഒരു ഏതോ ദൈവത്തിൻ്റെ, ഗണപതിയുടെയോ മറ്റോ ഒരു സാധനമാണ് എൻ്റെ ഈ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ കൊടുത്തത്. കാരണം അവൾ ഉമ്മയുടെ പേര് ആതിര എന്നും ഇവളുടെ പേര് ഐറിൻ എന്നുമാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് സ്വാഭാവികമായും ഹിന്ദു ആയിരിക്കും എന്ന് മാത്രമല്ല, ഇവരെ നിറവും കോലവും കണ്ടിൽ ഒരു സവർണ്ണ കുടുംബവും ആണെന്ന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രമാത്രം വെറുപ്പിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം വന്നു എന്നുള്ളത് തന്നെ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഗസയിലെ ഒലിവ് മരത്തിൻ്റെ ചില്ലകളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ അതൊരു കാഴ്ച തന്നെയാണ്, അതൊരു അനുഭവമാണ്. അപ്പോൾ അവരുടെ ഈ ചോരയുടെ മണം എങ്ങനെയാണ് ഈ ഇലകൾ പേറുന്നത്, ഈ മുന്തിരിക്കുലകൾ വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ, പണ്ട് MM വിജയൻ മാഷും ഒരു ദീർഘമായ ഒരു അഭിമുഖം ഞാനും അനുഭവിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു, നമ്മളെന്താണ് ഇങ്ങനെ പുറത്തുള്ള ആളുകളോട് ഇത്രയും കേരളത്തിലെ ആളുകൾ ഇങ്ങനെ അനുഭവം പ്രകടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഉത്തരമുണ്ട്, അഫക്ട്സ് ആർ എഫക്റ്റഡ് എന്ന്. സൈക്കോളജിയുടെ ഒരു സാധാരണ തത്വമാണ്. മറ്റ് മനുഷ്യർ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും, മറ്റു മനുഷ്യർ ചിരിക്കുന്ന കാണുമ്പോൾ, സിനിമയിലൊക്കെ തന്നെയാണല്ലോ, അവർ ചിരിക്കും. വളരെ ബോധപൂർവ്വം ഈ സിനിമയുടെ പല രംഗങ്ങളിലും ചിരി ഉണ്ടാക്കുക, അപ്പോഴേ മാത്രമേ കാണികൾക്ക് ചിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അഫക്ട്സ് ആർ എഫക്റ്റഡ്, അങ്ങനെ വാസ്തവത്തിൽ അങ്ങനെ തോന്നണ്ടാണ്. ഈ ഒരു മഹാഭാവം പിടിച്ച ഇന്ത്യക്ക് വേണ്ടി തെക്ക് വടക്ക് നടന്നിട്ടുള്ള അർദ്ധനഗ്നനായ മനുഷ്യരെ കൊന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നിയത്. പക്ഷെ കൊന്നവരോട് സങ്കടം തോന്നുകയും ഐക്യപ്പെടുകയും അവരെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യണമെന്ന് വീട്ടകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാഖകൾ പെരുകിക്കഴിഞ്ഞ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യത്വത്തിൻ്റെ സന്ദേശം നമ്മളിലേക്ക് കവിതകളിലൂടെ വിന്യസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അവാർഡ് മാത്രം കൊടുത്താൽ പോരാ, അദ്ദേഹത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി, ഈ കാലഘട്ടത്തിൻ്റെ വിപ്ലവകാരിയായി, ഈ കാലഘട്ടത്തിലെ പുരോഗമന സന്ദേശവാഹകനായി അടയാളപ്പെടുത്തുക കൂടി ചെയ്യണം. തീർച്ചയായും കുട്ടികൃഷ്ണ മാഷിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അത്തരമൊരു അടയാളപ്പെടുത്തൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഈ അവാർഡ് നൽകിയവർക്കും ഈ അവാർഡ് സ്വീകരിക്കുന്ന അദ്ദേഹത്തിനും അതുകൊണ്ട് ഇനി ജീവിതത്തിലുടനീളം ഒരു മഹാവിപ്ലവത്തിൻ്റെ, മഹാപുരോഗമന പ്രസ്ഥാനത്തിൻ്റെ, പുരോഗമന പ്രസ്ഥാനം പലതുണ്ട് എന്ന് കേസരിയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു മഹാപുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവമാണ് ഈ പുസ്തകത്തിലൂടെ തുടങ്ങുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പം ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാ വീടുകളും തകർന്ന് അടിഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ ഈ ഹോട്ടൽ കെട്ടാൻ പോവാണെന്നാണ് ട്രംപ് പറയുന്നത്.
വലിയ സുഖവാസ കേന്ദ്രം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു സമാധാന കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. സമാധാന കമ്മിറ്റിയിലുള്ള ഒരംഗം നെതന്യാഹുവാണ്. അപ്പോൾ ലോകത്തിലെ മറ്റ് ഭരണാധികാരികളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റ് എല്ലാവിധത്തിലുള്ള ക്രൂരതകൾക്കും കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളൊക്കെ അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു സമാധാന ബോർഡ് ഉണ്ടാക്കുകയാണ്, പീസ് ബോർഡ് ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ആലോചിച്ച് നോക്കണം, എത്രമാത്രം പരിഹസിക്കപ്പെടുകയാണ് മനുഷ്യർ. മനുഷ്യത്വം മനസ്സിലോ എവിടെയെങ്കിലും അവശേഷിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ കിടന്നുറങ്ങാൻ കഴിയുമോ? നോക്കണം, തൊട്ടടുത്ത അയൽരാജ്യത്ത് പോയി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും പൊക്കിയെടുത്ത് കൊണ്ടുവന്ന്, ഇത് നേരത്തെ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ ചെയ്താണ്, സ്വതന്ത്ര പരമാധികാര രാജ്യത്തേക്കൊക്കെ കടന്നു ചെല്ലുകയാണ്, അവരെ പിടിച്ചിവിടെ കൊണ്ടുപോയി തടവറയിലാക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറയുകയാണ്. അടുത്ത ദിവസം അവരുടെ എണ്ണക്കപ്പലുകളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് സ്വന്തം തീരത്തേക്ക് അടുക്കുകയാണ്. ബാക്കിയുള്ള എണ്ണ കമ്പനികളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. പഴയ നാടൻ മാടമ്പി ഭരണാധികാരികളുടെ ഒരു കാലത്തിലേക്ക് ലോകം തന്നെ വഴുതി വീണിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിശബ്ദമായിരിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തും അടുത്ത കാലത്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിരുന്ന ജോഡി ഡീൻ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കാണുകയുണ്ടായി. അവർ പറയുകയാണ്, അമേരിക്ക മുഴുവൻ യുവതലമുറയുടെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ അവർ ഇട്ടിട്ടുണ്ട്, അതിൽ ഫേസ്ബുക്കിലാണ്. അത് ഡിലീറ്റ് ചെയ്തു പോയെന്ന് ഞാൻ അറിയില്ല, കാരണം ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം പ്രവർത്തിക്കുന്ന അങ്ങനെയാണല്ലോ. അമേരിക്ക മുഴുവൻ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പ്രതീക്ഷ നൽകുകയാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം അമേരിക്കയിൽ മാത്രമല്ല, ക്യൂബയിലും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആളുകളെ അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ സ്തംഭിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രഭാതങ്ങളെ സ്വപ്നം കാണാതിരിക്കാനാവില്ല. നമ്മൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രഭാതം സ്വപ്നം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നേരം വെളുത്ത് കിട്ടണ്ടേ, നമുക്ക് പോകേണ്ടിടത്തിൽ പോകണ്ടേ, നമുക്ക് വെളിച്ചം കാണണ്ടേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ തകരുമ്പോഴും വാസ്തവത്തിൽ നമ്മൾ സ്വപ്നം കാണും, അല്ലേ? അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അങ്ങേയറ്റത്തെ അവസ്ഥയിലെത്തിയാലും അപ്പോഴും മനുഷ്യന് സ്വപ്നം ഉണ്ടാവും. ഇനി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും നീ അവശേഷിക്കുമല്ലോ, നീ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പട്ടം പറത്തണം എന്ന് പറയുന്ന കവിതയും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ നേരത്തെ ഇവിടെ കെയ്യൻ സൂചിപ്പിച്ച പോലെ ഞാൻ ഇതുവരെ വിചാരിച്ചത് ഈ ഗസയുടെ ഒരു കഥാകാരൻ ഇവിടെ ഉണ്ട്, അത് PK പാർക്കടവാണ്. തീർച്ചയായും ഇടിമിന്നലുകളുടെ പടയം ഉൾപ്പെടെ ഗസയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കഥകൾ രചിച്ചിട്ടുള്ള PK പാറക്കടവാണ് വാസ്തവത്തിൽ ആ കാര്യത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തിയ മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ. അദ്ദേഹം ഇവിടെ എത്തേണ്ടിയായിരുന്നു, പക്ഷേ അവിടെ കോഴിക്കോട്ട് അതിനേക്കാൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടി വന്നുപോയത് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അതിനുശേഷം ഞാൻ കാണുന്നത് ഈ ഒരു രംഗത്ത് ഇത്രമാത്രം പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയുണ്ട്, ആ മനുഷ്യർക്ക്. കാരണം എല്ലാ അധിനിവേശവും അങ്ങനെയാണല്ലോ. നമ്മൾ വിചാരിച്ചോ 350 കൊല്ലക്കാലം ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യ, എംബുവിൻ്റെ മയ്യഴിപ്പുഴയുടെ പറയുന്നുണ്ടല്ലോ, കൊറമ്പിയമ്മയോ മറ്റോ പറയുന്നുണ്ട്, അയ്യോ അവർ ഭരിച്ചോട്ടെ, അതുകൊണ്ട് എന്താ ഒരു കുറേ കാലം ഭരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ നോവലാണ്. അപ്പോൾ അവർ ഭരിച്ചോട്ടെ, കാരണം വേറെ രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കോമൺ സെൻസ് നമ്മുടെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം സ്വാഭാവികമാണ്, ഇതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാവുകയില്ല, ഇതിനെതിരായി ആരും മിണ്ടുകയില്ല, പറയുകയില്ല, മുദ്രാവാക്യം വിളിക്കുകയില്ല, മുട്ടി ചുരുട്ടുകയില്ല എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ അങ്ങനെ നിരന്തരം ടൈം ചെയ്തെടുക്കുന്ന മാധ്യമ ശൃംഖലകൾ ഒരു വശത്ത്, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ഒരു വശത്ത്, അങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടുന്ന മനുഷ്യർ. അവർക്ക് ഇപ്പം വലിയൊരു മുതലാളിയാണല്ലോ കഴിഞ്ഞ ദിവസം വെടിവെച്ച് വന്നത്, വലിയൊരു മുതലാളിയാണ് ആലോചിച്ചൊക്കെ ആ മനുഷ്യൻ. പക്ഷെ എത്ര മുതലാളിയായാൽ പോലും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സാധാരണ മുതലാളിത്തത്തിൻ്റെ യുക്തി കൊണ്ട് മാത്രം ഫാസിസത്തെ അളക്കാൻ പറ്റില്ല. കാരണം ഫാസിസം ഒരു മുതലാളിയിൽ നിൽക്കുന്നതല്ല, ഒരു മുതലാളിത്തത്തിൽ മാത്രം നിൽക്കുന്നില്ല, അതിനേക്കാൾ ഉപരി വെറുപ്പ് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി വരുന്ന വെറുപ്പ്, അതിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ട ഇന്ധനമായി തീരുന്ന ഒരു പ്രത്യയശാസ്ത്രമായതുകൊണ്ടാണ് ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെ നമ്മുടെ രാജ്യവും ഇന്ന് നെതന്യാഹുവിൻ്റെ വഴിയിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങളുടെയും എൻ്റെയും വീട്ടിലെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പം അടുത്ത കാലത്ത് ജയിൽ മോചിതനായിട്ടുള്ള ഹണീബാബുവിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഹണീബാബു വാസ്തവത്തിൽ ഒരു ഈച്ചയെ പോലും കൊല്ലാൻ ശക്തിയില്ലാത്ത ആളാണ്. ഇങ്ങനെ ആരോഗ്യം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, മാനസിക ബലമില്ലാത്ത ദുർബലനായ ആളാണ്.
അത് ഉറപ്പാണ്. കാരണം അയാൾ ഇത്രയും കാലം ഭൗതികവാദിയായി ജീവിച്ചെങ്കിലും ജയിലിലെത്തി ഈ അനുഭവം ഉണ്ടായപ്പോൾ അയാൾ അംഗീകാരം നമസ്കരിക്കുക എന്നാണ് അടുത്ത കാലത്ത് അയാളുടെ അഭിമുഖം വന്നപ്പോൾ കണ്ടത്. അയാളുടെ ജ്യേഷ്ഠൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണ്. അയാളുടെ മറ്റൊരു സഹോദരൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള സാമൂഹിക കാര്യങ്ങൾ. സായിബാബയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, പ്രതിഷേധിച്ചിൽ എല്ലാ വിദ്യാർത്ഥികൾക്കൊപ്പവും അധ്യാപകർക്കൊപ്പവും അദ്ദേഹം മുഷ്ടിയിരുട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം നെക്സലൈറ്റ് പോയിട്ട് മാർക്സിസ്റ്റ് പോലുമല്ല. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നെക്സലൈറ്റിൻ്റെ തെളിവുകൾ ഉണ്ടാക്കിയത് ഈ നെതന്യാഹുവിൻ്റെ പെഗാസസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നെതന്യാഹു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഒക്കെ ചെവികളിൽ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇനി മുതൽ ഗാന്ധിജിയല്ല, നിങ്ങൾ ഇനി മുതൽ ഗോഡ്സെയാണ്, നിങ്ങൾ ഇനി മുതൽ ഗോഡ്സെമാരെ വാർക്കുന്ന സംഘടനയാണ് പ്രകീർത്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനമാണ് എന്ന് കൂടി തിരിച്ചറിയണം. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെയാണ്. വളരെ കാലം കൊളംബിയമ്മയെ പോലെ അവരങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച മനുഷ്യർക്കിടയിൽ ആളുകൾ വന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും വലിയ പ്രതീക്ഷ നമുക്ക്, ഞാൻ ഈ കവിതകൾ വായിക്കണമെന്നൊക്കെ ആദ്യം വിചാരിച്ചത്, പക്ഷേ അങ്ങനെ വായിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കവിതകളും വലിയ പ്രതീക്ഷകൾ കൂടി ഒരേ സമയം ദുരന്തപൂരിതമായ അവസ്ഥ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുന്ന ബിംബങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേസമയം അതിനപ്പുറത്തുള്ള ഒരു പ്രതീക്ഷയുടെ, പണ്ട് മുതൽ തന്നെ ഈ മേഖലകളിലൊക്കെ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ മാത്രമല്ല ആ മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ പൊതുവെ തന്നെ പ്രതീക്ഷയുടെ ഒരു ബിംബമായി ഒലിവിലകൾ. ഒലിവ് മരം എന്നുള്ളത് ബംഗാളിക്കൊരു മത്സ്യം പോലെയാണ്. ബംഗാളികൾക്ക് ഒരു മത്സ്യം വീട്ടുവളപ്പിലുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ്. അതുപോലെയാണ്, അതിനേക്കാൾ അപ്പുറമാണ് ഈ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം, ആ പ്രദേശത്ത്, ആ ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒലിവ് മരം എന്നുള്ളത്, ഈ ഒലിവ് മരത്തെക്കുറിച്ചും ഈ തണ്ണിമത്തനെക്കുറിച്ചും അവരുടെ മരുപ്പച്ചയെക്കുറിച്ചും മരുഭൂമിയെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചും അവരുടെ പട്ടത്തെക്കുറിച്ചും അവരുടെ കവികളെക്കുറിച്ചും ഒക്കെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ നിന്ന് ആർദ്രത വറ്റിപ്പോയിട്ടില്ല എന്നാണ്, നമ്മളിൽ നിന്ന് അനുകമ്പ വറ്റിപ്പോയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അനുകമ്പക്ക് പകരം വെറുപ്പിനെ പ്രതിഷ്ഠിക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രത്തെയും ചെറുത്ത് തോൽപ്പിക്കാതെ നമുക്ക് സാമ്രാജ്യത്വം എന്ന വാക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ എത്ര പേര് സാമ്രാജ്യത്വം എന്ന് പറയാറുണ്ട്? നമ്മുടെ പത്രങ്ങളിൽ, നമ്മുടെ മാസികകളിൽ, നമ്മുടെ ലേഖനങ്ങളിൽ സാമ്രാജ്യത്വം എന്ന വാക്ക് കടന്നു വരാറ് പോലും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് വാസ്തവത്തിൽ അമേരിക്കയിൽ തിരിച്ചു വരുന്നു എന്നുള്ളത് തീർച്ചയായും ആഹ്ലാദം നൽകുന്നതാണ്. കാരണം അവിടുത്തെ ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗവും പ്രവർത്തകയുമായിട്ടുള്ള ജോഡി ജോൺ ഡീന് ഇന്നലെയും എഴുതിയിട്ട ആ വാക്കുകളിന്, അവർക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സസ്പെൻഷനൊക്കെ ലഭിച്ചിട്ടുള്ള അധ്യാപികയാണ്, ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ലോകം ചർച്ച ചെയ്യുന്ന ഒരു മാർക്സിസ്റ്റ് എഴുത്തുകാരിയാണ്, ഫെമിനിസ്റ്റാണ് അവർ. പക്ഷേ അവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായും അമേരിക്ക നമുക്ക് മുമ്പിൽ വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. അമേരിക്കയിലെ ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം അവിടെ ഈ ബേർണി സാൻഡേഴ്സും മംതാനിയും ഒന്നിച്ച് നിന്നിട്ടുള്ള ഒരു പരിപാടി കൂടി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ എനിക്ക് അവസരമുണ്ടായി. ആ ബേർണി സാൻഡേഴ്സിൻ്റെ ഒരു ചോദ്യത്തിനും ട്രംപിന് എന്നല്ല, റിപ്പബ്ലിക്കൻ പാർട്ടി എന്നല്ല, മുതലാളിത്തത്തെയും സാമ്രാജ്യത്വ ചൂഷണത്തെയും പിന്തുണക്കുന്ന ഒരു മനുഷ്യനും മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ബേർണി സാൻഡേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മംതാനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മംതാനി തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും നടത്തിയ പ്രഭാഷണത്തിൽ ഇന്ത്യയിലെ തിഹാർ ജയിലിൽ കിടക്കുന്ന JNUവിലെ വിദ്യാർത്ഥിയുടെ കത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അവർ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവൻ ഒന്നായി കാണാൻ കഴിയുന്ന, അതിരുകളില്ലാത്ത സ്നേഹം പങ്കിടുന്ന മനുഷ്യർ ലോകത്തെ വ്യാപകമായി ഉയർന്നു വരികയാണ്. അവരാണ് വാസ്തവത്തിൽ ഗസയിലേക്ക് കപ്പലുകളുമായി പോയത്. നമ്മളെല്ലാവരും കേട്ടാണല്ലോ ഫ്ലോട്ടിലയെ കുറിച്ചുള്ള കഥകൾ. അതിലേക്ക് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഫ്ലോട്ടിലകൾ പോയത് കൊണ്ട് എന്തുണ്ടായി? ആ കുട്ടിക്ക് ഭ്രാന്താണെന്നോ, ആ കുട്ടിക്ക് യുവത്വത്തിൻ്റെ ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും ട്രംപും കിടുങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ മുന്നേറ്റത്തിന് മുമ്പിൽ ഏത് ഭരണാധികാരിയും ഞെട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ പരിധിവരെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചലനങ്ങൾ ലോകത്തുണ്ടാവുമ്പോൾ മാത്രമേ ലോകത്ത് ഇതുപോലുള്ള സാമ്രാജ്യത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും
ഒഴിഞ്ഞു പോക്കുകൾ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണ്, ചൈനക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണ്, ആഫ്രിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണ്, അൾജീരിയയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചിരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അൾജീരിയയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ കാലത്താണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭൂമിയുടെ നികൃഷ്ടർ എന്ന് പറയുന്ന പ്രശസ്തമായ കൃതിയൊക്കെ എഴുതിയുള്ള ഫ്രാൻസ് ഫാനൊക്കെ രംഗത്ത് വരുന്നത്, ദാർശനികനായി മനഃശാസ്ത്രജ്ഞനായി ഒക്കെ രംഗത്ത് വരുന്നത് ആ കാലത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞതും വിപ്ലവത്തിൽ പങ്കെടുത്തുകൊണ്ട്, സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്, വിമോചനത്തിന് വേണ്ടി, അധിനിവേശത്തിനെതിരായി, സാമ്രാജ്യത്തിനെതിരായി സംസാരിക്കാൻ സന്നദ്ധമായതുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ തിരിച്ചു പിടിക്കേണ്ട ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. അത് സാമ്രാജ്യത്തിൽ നിന്നും, മുതലാളിത്തത്തിൽ നിന്നും, ഫാസിസത്തിൽ നിന്നുമുള്ള വിമോചനം തന്നെയാണ്. അത് വെറുപ്പിൽ നിന്നുള്ള വിമോചനമാണ്. അത് നന്മയുടെ, സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ വിമോചനമാണ്. തീർച്ചയായും അതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു 1-2 കവിതകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ജസ്റ്റ് പരാമർശിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഞാൻ നീട്ടിപ്പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന യുവകവി ഉണ്ട്, അതുപോലെ തന്നെ അവാർഡ് കിട്ടിയിട്ടുള്ള ഹരിയുണ്ട്. അവർക്കൊക്കെ സംസാരിക്കണം. അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. തോക്കിൽ നിന്ന് പൂക്കൾ വിരിയുമെന്ന് ഞങ്ങൾ ഭ്രാന്തൻ സ്വപ്നം കാണുന്നു. നോക്കൂ സൂര്യപക്ഷി, തണ്ണിമത്ത സൂര്യൻ്റെ വലയത്തിൽ നിന്ന് ഒലിവുമായി വരുന്നത്. ചുവന്നു തൊടുത്ത അതിൻ്റെ വെളിച്ചത്തിൽ നാട് ചോരക്കല്ലായി കിടക്കുന്നു. എത്ര ബലിയുടെ ചോര വേണം നിനക്ക് സംതൃപ്തി അടയാൻ? എത്ര ബലിയുടെ ചോര വേണം നിനക്ക് സംതൃപ്തി അടയാൻ? ഇങ്ങനെ സാമ്രാജ്യത്തിൻ്റെ മുഖത്ത് നോക്കി നെതന്യാഹുവിനോട് ചോദിക്കാൻ, ട്രംപിനോട് ചോദിക്കാൻ, ക്രൂരരായ എല്ലാ ഭരണാധികാരികളോട് ചോദിക്കാൻ, ഫാസിസ്റ്റുകളോട് ചോദിക്കാൻ നമുക്ക് നമ്മുടെ കവിതകളിലൂടെ, കഥകളിലൂടെ, നമ്മുടെ എഴുത്തിലൂടെ, നാടകത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ, നമ്മുടെ നിരന്തരമുള്ള സംസാരങ്ങളിലൂടെ, സൗഹൃദം പങ്കിടുന്ന വേദികളിലൂടെ കഴിയുമെങ്കിൽ തീർച്ചയായും മനുഷ്യർ നല്ലവരായി പരിണമിക്കും. മനുഷ്യരെല്ലാവരും നല്ലവരായി തന്നെയാണ് ജനിച്ചു വീഴുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത്. പഠിച്ചത് മാത്രമല്ല, അനുഭവം അങ്ങനെയാണല്ലോ. അങ്ങനെ അത് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യാവകാശ പ്രവർത്തനമൊക്കെ വന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മനുഷ്യാവകാശ പ്രവർത്തനം എന്നൊക്കെ ഉള്ളത് ഏതോ സാമ്രാജ്യത്വമൊന്നും കെട്ടിയിറക്കിയതല്ല. അങ്ങനെ ഒരു വിശ്വാസം ചിലർക്കുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തനമൊക്കെ വന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രാൻസിൽ വളരെ കുപ്രസിദ്ധനായ കള്ളൻ ഷെനയെ തടവിലാക്കി. ഒരുപാട് കാലം തടവിലിട്ട് അയാളെ ഒരുപക്ഷെ വധിക്കപ്പെടുമായിരുന്നു. അവരെ തടവിൽ നിന്ന് വിമോചിപ്പിച്ച് കൊണ്ടുപോയത് സാർത്രയെ പോലുള്ള, കോക്തുയെ പോലുള്ള അന്ന് പ്രശസ്തനായി തീർന്ന ആ നാട്ടിലെ എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും ഒക്കെയാണ്. അങ്ങനെയാണ് സാർത്രേ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നത്, ഈ കള്ളനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ പെരുങ്കള്ളന്മാരാണ് ഇയാളെ കള്ളനാക്കിയത്. ഇയാൾ കള്ളനല്ല, ഇയാൾ പാവം അനാഥബാലനായി ജനിച്ച ഒരു മനുഷ്യനാണ്. ഇയാളുടെ കള്ളത്തരം എന്ന് പറയുന്നത്, ഇയാളെ കള്ളനാക്കി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെരുങ്കള്ളനാണ്. എല്ലാ മുതലും കട്ടുകൊണ്ടുപോയി, എല്ലാ സമ്പത്തും കട്ടുകൊണ്ടുപോയി, മാന്യരായി നമ്മളെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇതുപോലുള്ള പാവങ്ങളെ കള്ളന്മാരാക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി 100 പേജിലധികമുള്ള വലിയ കനവുള്ള ഒരു പുസ്തകം തന്നെ സാർത്തർ എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോൾ ഒരാളെ തടവിലാക്കി കഴിഞ്ഞാൽ, അയാളെ തടവിലാക്കി അപ്പോൾ എല്ലാവരും പറയും എന്തോ ഉണ്ടാവും, നമ്മളൊക്കെ പറയും എന്തോ ഉണ്ടാവും എന്നാണ്. ഒരാളെ പിടിച്ചുകൊണ്ട് ഈ ഹണി ബാബുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തോ ഉണ്ടാവും. അപ്പോൾ ആളുകളൊക്കെ ഇയാൾ കോളേജ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് അധ്യാപനം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ ഉണ്ടാവും. എന്നുണ്ടാവാൻ എന്ന് ചോദിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടാവുമ്പോഴാണ് മനുഷ്യാവകാശ പ്രവർത്തനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനം ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യധാരയിലുള്ള ഒരു പത്രം തുടങ്ങി വെച്ച ഒരു ചർച്ച ജയിലിൽ കൊടുക്കുന്ന കൂലി അധികമാണ്. ആയിരക്കണക്കിന് നിരപരാധികൾ തടവറയിൽ കിടക്കുന്ന ഈ കാലത്ത് തടവറയിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി ഇന്ത്യയിലും ലോകത്തും ചർച്ച നടന്നതിൻ്റെ വെളിച്ചത്തിൽ മിനിമം കൂലി എന്നുള്ളതിൽ പോലും എത്താത്ത, അതിൽ താഴെയുള്ള ഒരു കൂലി കേരളത്തിലെ തടവറയിലെ പൊതു നിയമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നപ്പോൾ അതിനെ കൂടി പരിഹസിക്കുന്ന രീതിയിൽ നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ വാസ്തവത്തിൽ മാറുന്നു എന്നുള്ളത് നമ്മൾ വിചാരിക്കും ശരിയാണ്. ഈ ജയിലിൽ കിടന്ന ഇവർക്ക് 600 രൂപ അല്ലെ 400 രൂപ അല്ലെ 500 രൂപ, പക്ഷെ അവർ ജയിലിലിട്ടത് എത്രയോ നിരപരാധികൾ. നമ്മളെ KP ശശി എന്ന് പറയുന്ന എഴുത്തുകാരനും സംവിധായകനും ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കേദാമോദൻ്റെ മകൻ എന്നാണ് അറിയപ്പെടാറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാബ്രിക്കേറ്റേഴ്സ് എന്നുള്ള സിനിമ പ്രദർശിപ്പിച്ച ദിവസം
പറയുണ്ടായി. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് ആരും കേദാമോദൻ്റെ മകൻ എന്ന് പറയേണ്ടതില്ല. കാരണം എ.പി. ശശി തന്നെ ഒരു സംവിധായകനായി മാറിയിരിക്കുകയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തടവറയിൽ പോയി ഈ മദനിയെ കണ്ട സമയത്ത് മദനി പറയുകയുണ്ടായി എന്നെ കാണാൻ നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൽ തടവറയിലാണെങ്കിലും മറ്റൊരു രീതിയിൽ പ്രശസ്തനായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് എന്നിട്ട് ഇയാളുടെ ഈ ഉന്തുവണ്ടിയുമായി വന്ന കുട്ടിയോട് പറഞ്ഞു, നീ 2-3 ആളെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ അവൻ പോയി 2-3 കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടികളോട് ശശി ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ തടവിലിട്ട്? അവർക്കറിയില്ല എന്തിനാണ് തടവിലാക്കിയത് എന്ന് പോലും അറിയാത്ത, ഇപ്പോഴും സ്കൂളുകൾ കാണാൻ അവസരം കിട്ടാത്ത, ഇപ്പോഴും വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഈ ഇന്ത്യയിലും ഈ കേരളത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇന്ത്യയിൽ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഉത്തരേന്ത്യയിലൊക്കെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കുട്ടികൾ തെരുവിലൊക്കെ നടക്കുകയാണ്. അവരൊക്കെ പിടിച്ച് തടവറയിൽ കൊണ്ടിടുകയാണ്. എന്തിനാണ്? ഇപ്പം ഈ ഇലക്ഷൻ റോളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ വിചാരിക്കുന്ന ഒരു വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? വാസ്തവത്തിൽ ഇതിങ്ങനെ പുറന്തള്ളപ്പെട്ടവരാണ് ഇന്ന് ആസാമിലെ തടവറയിൽ. നാളെ ഇന്ത്യയിലെ മിക്ക തടവറകളിലും കയറ്റപ്പെടാൻ പോവുക ഒരുപക്ഷെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കും. കാരണം അവർക്ക് ഇത് തെളിയിക്കണമെങ്കിൽ അച്ഛൻ്റെ SLC ബുക്ക് വേണം, അമ്മയുടെ SLC ബുക്ക് വേണം. അച്ഛന് സ്കൂൾ തന്നെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല, അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ SLC ബുക്ക് കണ്ടെത്താൻ പറ്റാത്ത, പറമ്പിന്റെ രേഖ കണ്ടെത്താൻ പറ്റാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരെ തെരഞ്ഞെടുത്ത് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ഇത് സംസാരിക്കുന്നതെന്ന് കൂടി ബോധ്യം നമുക്കുണ്ടാവണം. അത് നിസ്സാരമായ കാര്യമല്ല. ഈ കാര്യങ്ങൾ പറയാതെ ഇന്നിവിടെ നിന്ന് ഈ സദസ്സിലെ ഈ സന്തോഷം പങ്കിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കിടന്നുറങ്ങുമ്പോൾ വന്നിട്ടില്ലേ പ്രശ്നമൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ഇലക്ഷൻ റോൾ നമ്മളൊക്കെ പേര് കൊടുത്തല്ലോ, എല്ലാവരും പേര് കൊടുത്തു. പക്ഷേ ഇപ്പോൾ 17 ലക്ഷമോ 20 ലക്ഷമോ ആളുകൾ സംശയത്തിന്റെ നേരിലാണ്. ഈ സംശയം ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ? എന്തുകൊണ്ടാണ് സംശയം? 84 മറ്റോ ശേഷമുള്ള ആളുകളുടെ കാര്യത്തിലുള്ള സംശയം ഒരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം അവരുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ ഉള്ള സംശയമാണ്. അവരുടെ രക്ഷിതാവ്, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിൽ സംശയം തീരുകയില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധിയിൽ സംശയാലുവായി വോട്ടർ ഡി എന്ന് ബ്രാക്കറ്റിൽ എഴുതി സംശയാലുവായ പൗരനായി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വാസ്തവത്തിൽ ആരുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ വംശീയ കേന്ദ്രിതമായ പ്രത്യയശാസ്ത്ര നിർമ്മിതിയാണ്. അതേ വംശീയമായ പ്രത്യയശാസ്ത്രത്തിന്റെ നിർമ്മിതിയാണ് ഇന്ന് നമ്മൾ ഗസയിൽ കാണുന്ന ഈ കൂട്ടക്കുരുതികൾ. അത് തിരിച്ചറിയാനും അടയാളപ്പെടുത്താനും കഴിഞ്ഞ ഈ മഹാപ്രതിഭയായിട്ടുള്ള കാവ്യപ്രതിഭയായിട്ടുള്ള ഹരി ആനന്ദ് കുമാറിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. KN, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ദൈവങ്ങളെ, M. കുട്ടികൃഷ്ണൻ മാസ്റ്റർ എന്തായിരുന്നു എന്നത് എനിക്ക് ഇവിടെ നിന്ന് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകളെ കാണുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ആളിൻ്റെ ഒരു ഇത് വലുപ്പം എനിക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഈ ലൈബ്രറിയിൽ വന്നപ്പോഴാണ്, അതായത് കൂട് വിട്ട് മറ്റൊരു കൂട് എന്ന് പറയുന്നത് പോലെ ഇവിടെ 100ഓളം പേര് ഈ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഈ ഒരു രാത്രിയോട് അടുക്കുമ്പോൾ, രാത്രി തന്നെ ആയെന്ന് പറയാം. അപ്പം വളരെ സന്തോഷം ഈ ഇതിൽ കേട്ടതിൽ. പ്രത്യേകിച്ച് ഈ ഒരു അവാർഡ് കിട്ടാൻ കവിതയെ എന്താ പറയുന്നത്, ഈ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് കവിതകളെ ആളുകൾ വേണ്ട രീതിയിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2 അവാർഡുകളും കവിതയ്ക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ കവിതയ്ക്ക് കിട്ടിയതിൽ ഏറെ അഭിമാനമുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ചാവടിയന്തരം എന്ന കവിതയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. ആ കവിത ഞാനൊന്ന് അവതരിപ്പിക്കാണ്. കവിത ചൊല്ലിയുള്ള പരിചയമല്ല, എങ്ങനെ എഴുതിയുള്ള പരിചയമല്ല, അതും കൂടി പറയാനും. ചാവടിയന്തരം. നിരന്തരം ആത്മഹത്യ ചെയ്തിട്ടും മരിക്കാതെ പോയ ഒരുവളുടെ ആത്മാവിൻ്റെ വിരലറ്റത്തു നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. നിരന്തരം ആത്മഹത്യ ചെയ്തിട്ടും മരിക്കാതെ പോയ ഒരുവളുടെ ആത്മാവിൻ്റെ വിരലറ്റത്തു നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. നിറം മങ്ങിയ പൂവ് പോലെ അവളുടെ ചാരക്കണ്ണുകൾ ഉറക്കത്തിലും ഉണർന്നേ നിന്നു. നിറം മങ്ങിയ പൂവ് പോലെ അവളുടെ ചാരക്കണ്ണുകൾ ഉറക്കത്തിലും ഉണർന്നേ നിന്നു. ഇന്നവൾക്ക് ഉറങ്ങാനാവില്ല, ഇന്നവൾക്ക് ഉറങ്ങാനാവില്ല.
മുറുക്കാൻ തുപ്പി മുറ്റം നിറയെ ചുവന്ന തെച്ചിപ്പൂക്കൾ നിറച്ചു വെച്ചിട്ടുണ്ട് അയാൾ. തെച്ചിപ്പൂക്കളെ എനിക്ക് പേടിയാണ്. വാതിലിൽ നിലാവ് ചാരുമ്പോൾ, കർക്കിടക കലിമഴ പെയ്യാതൊയ്യുമ്പോൾ എനിക്ക് തൊണ്ട വരളും, ദാഹിക്കും. നിലാവിനപ്പോൾ തെച്ചിപ്പൂവിൻ്റെ നിറമാകും. മഴയ്ക്ക് അയാളുടെ ചെറിയിൽ നിന്നൊലിക്കുന്ന കേലയുടെ രുചിയും. ഉമ്മറത്തിണ്ണയിൽ 4 ആള് കാണെ അയാളെന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് പോലെ പിൻകഴുത്തിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കും. അടുക്കള വരാന്തയിൽ കോണിപ്പടിയുടെ ഇരുട്ടോറുന്ന മൂലയിൽ അയാൾ എന്നെ ചുമരുഭിത്തിയോട് ചേർത്തു നിർത്തും. അയാൾക്കപ്പോൾ കൊടുങ്കാറ്റിൻ്റെ കിതപ്പാകും. വേനലവധിക്ക് എൻ്റെ അമ്മിഞ്ഞപ്പാടിൽ തെച്ചിപ്പൂവിൻ്റെ കറ കല്ലിച്ചു നിൽക്കും. പവാടവള്ളികൾ കെട്ടുപിണഞ്ഞ് തറയിൽ അറ്റുകിടക്കും. വേനലവധിക്ക് എൻ്റെ അമ്മിഞ്ഞപ്പാടിൽ തെച്ചിപ്പൂവിൻ്റെ കറ കല്ലിച്ചു നിൽക്കും. പവാടവള്ളികൾ കെട്ടുപിണഞ്ഞ് തറയിൽ അറ്റുകിടക്കും. എൻ്റെ ഉറക്കങ്ങളെ കെടുത്തിയാണ് അയാൾ ഇക്കാലം അത്രയും ഉറങ്ങിപ്പോന്നത്. ഒടുവിൽ എനിക്കൊന്ന് ഉറങ്ങാൻ കിടക്കണം. തെച്ചിപ്പൂവിൻ്റെ കറ പറ്റാത്ത എൻ്റെ മുലക്കണ്ണുകളെ കെട്ടയച്ചു വിടണം. തെളിയാത്ത വിളക്കുതിരി കെട്ടുപോയ രാത്രി എൻ്റെ ചൂണ്ടുവിരൽ അയാൾക്കു നേരെയോടി. മുലക്കണ്ണിലൊരു ചോദ്യം തുറിച്ചു നോക്കി. കഴിഞ്ഞ കൊല്ലം ഇതേ രാത്രി അയാൾ ഉടുമുണ്ടിൽ തൂങ്ങി. പിറ്റേന്ന് മഴയ്ക്ക് മുറ്റത്തുള്ള തെച്ചിപ്പൂക്കൾ അപ്പാടൊലിച്ചു പോയി. ചാണം മെഴുകി അമ്മ മുറ്റം തൂത്തു. ഇന്നയാളുടെ ചാവടിയന്തരമാണ്. മുലക്കാടിളക്കി മാറ്റുരച്ച് ഉറക്കം കെടുത്തിയവൻ്റെ ചാവടിയന്തരം. മരിക്കാതെ പോയ ഒരുവളുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒടുവിലത്തെ വരി ഇങ്ങനെ തുടങ്ങുന്നു: ഇന്നയാളുടെ ചാവടിയന്തരമാണ്. ഇതാണ് കവിത. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും സന്തോഷം. വേദിയിലിരിക്കുന്ന കെയ്യൻ, പോക്രമാഷ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരന്മാരെ, ശ്രീ എം കുട്ടീഷൻ മാസ്റ്ററെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ പേരിലുള്ള പുരസ്കാരം എന്നിൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് നന്നായി മനസ്സിലായിരിക്കുന്നു. കെയ്യൻ മനസ്സിലായിരിക്കും. ഇത് അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ തന്നെ അടയാളപ്പെടുത്തി പോയത്? ലളിതമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ടല്ലോ, ടി.പി. രാമചന്ദ്രനെ. ഇവിടെയുണ്ട് ഞാൻ എന്ന് അറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിൽ വേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ശിവനെ. ടി.പി. രാമചന്ദ്രന്റെ കവിതയാണ്. അങ്ങനെ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നതിന്റെ സാക്ഷ്യമായി കുട്ടീഷൻ മാസ്റ്റർ ചിലതിട്ട് പോയിട്ടുണ്ട് ഭൂമിയിൽ. അതിന്റെ പേരിലാണ് ഇവിടെ ഈ സന്ധ്യാസമയത്ത് 100ഓളം ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ? സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ. ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഉറക്കം കിട്ടില്ല. ഉറക്കം കിട്ടാത്ത രാത്രികൾ. ഇവിടെ ഈ മലയാളത്തിൽ 51 അക്ഷരം വെച്ചിട്ട് ഞാൻ എഴുതിയുണ്ടാക്കുന്നത് നമ്മുടെ ഫലസ്തീനിൽ വായിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു മനസ്സിൽ കൊള്ളാതിരിക്കില്ല എന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ എഴുതുന്നത്. ധാരാളം എഴുതാറില്ല, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നും പറയാനില്ല. ഈ ഉത്തരവാദിത്തത്തെ ഞാൻ ശിരസ വഹിക്കുന്നു. ഈ പുരസ്കാരം
എനിക്കായി തന്ന, അത് എനിക്കായി തരുന്നതല്ല, നിലപാടിന് തരുന്നതാണ് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. കൈരളി വായനശാലയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതെൻ്റെ വഴിയിൽ പുതിയ വെളിച്ചം കൂടിയാകുമെന്ന് തീർച്ചയായും വാക്കു തരുന്നു. നന്ദി, നന്ദി, നന്ദി. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉള്ളവരെ, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എം കുട്ടിക്കൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണം കൈരളി ഗ്രന്ഥശാല ഏറ്റവും ഗൃഹാതുരത്വത്തോടും ഒരു നാടിൻ്റെ എല്ലാം തന്നെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. ഇന്നത്തെ ഈ ഒരു പരിപാടി KN പോലെയുള്ള കൊക്കറു മാഷെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ നിറസാന്നിധ്യം കൊണ്ട് ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു വേദിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർക്ക് കിട്ടാവുന്ന ഏറ്റവും ഔചിത്യപൂർണമായിട്ടുള്ളൊരു അനുസ്മരണ പരിപാടിയാണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ അനുസ്മരണ പരിപാടികൾ നടക്കുമ്പോഴും പുതിയ കാലഘട്ടത്തിനകത്ത് നമ്മളെ അന്യം നിന്നു പോകുന്ന, നമ്മളെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനവികമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദിനങ്ങളെയെല്ലാം തന്നെ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ്. KN നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്തിനകത്ത് നടക്കുന്ന അനീതികൾക്കെതിരെയും മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ കുട്ടിക്കൃഷ്ണൻ മാസ്റ്ററെ പോലെയുള്ള പ്രതിഭകളുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഏറ്റവും ആദരണീയരായ KN, മറ്റ് സാഹിത്യ പ്രതിഭകളെ, ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ, ഷാഹിദ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, കുട്ടികൃഷ്ണമാഷുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കിട്ടുന്നില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1964 പയ്യോളി സ്കൂള് നമ്മുടെ ചെറുകാടിൻ്റെ മകൻ ചെറുകാട് രവീന്ദ്രൻ മാസ്റ്റർ അധ്യാപകനായി വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ ഞങ്ങൾക്ക് 2 വീടുണ്ടായിരുന്നു. जरा तुम दिल को पहला, मेरा महबूब आया है, मेरा महबूब आया है, बहारों फूल बरसाए, मेरा महबूब आया है, मेरा महबूब आया है। सजाई है जवां कलियों ने अब ये
വെള്ളത്തിയാട് കണ്ണേ. കള്ള് കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. കള്ള് കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. കണ്ണു പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കയ്യിൽ